അനുവദിക്കല്ലേ. യേശു കർത്താവിന്റെ രക്തവളപ്പിനുള്ളിൽ എല്ലാവരെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കരങ്ങളെ ആമേൻ കർത്താവെ, ഒരു തടസ്സങ്ങളുമില്ലാതെ ദൈവപ്രവർത്തിക്കായി ഏൽപ്പിക്കപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ. യേശു മിശിഹായുടെ നാമത്തിൽ യാചിക്കുന്നു സ്വർഗസ്ഥ പിതാവേ, ആമേൻ. ആമേൻ. നമുക്കിപ്പോൾ ഒരു മനോഹരമായ ഒരു പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാം. പാട്ടുകാർ ഇപ്രകാരം പറയുന്നു: നമ്മൾ എത്ര ലോകത്തിൽ നമ്മൾ എത്രത്തോളം ഉയർന്നു പോയാലും ദൈവത്തിന്റെ കാര്യങ്ങളിൽ നമ്മൾ കാണിക്കുന്നില്ലെങ്കിൽ അതെല്ലാം വൃഥാവാണ്. നമുക്കൊരു സമർപ്പണ ഗാനം പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സ്വർഗീയ പിതാവേ, നിന്റെ ഗീതം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആക്കണമേ എന്നുള്ള അതിമനോഹരമായ ഒരു ഗാനം നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കാം. കേൾക്കാമോ? സ്വർഗീയ പിതാവേ, നിന്തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. സ്വർഗീയ പിതാവേ, നിന്തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നിൻഹിതം ചെയ്തോനാ നിൻസുതനെ പോലെ, നിൻഹിതം ചെയ്തോനാ നിൻസുതനെ പോലെ. ഇന്നു ഞാൻ വരുന്നു നിൻഹിതം ചെയ്യുവാ, ഇന്നു ഞാൻ വരുന്നു നിൻഹിതം ചെയ്യുവാ. ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാ ഞാനൊന്നു മോദമാ. അംഗീകം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഗീതം ഒന്നും വേണ്ട പ്രിയനേ. അംഗീകം എന്നിൽ പൂർണ്ണമാക്കണേ. ഓ നന്മയും പൂർണ്ണപ്രസാദവുമുള്ള ഓ നന്മയും പൂർണ്ണപ്രസാദവുമുള്ള ഞാനറിയുന്നു. എൻ മനം പുതുക്കി മാറിടുന്നേ, മാറിടുന്നേ നിത്യമാണെനിക്ക് ലോകലാവണ്യമാമേ. നിത്യമാണെനിക്ക് ലോകലാവണ്യം. എന്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനൊന്നു മോദമായി. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ. അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകട്ടെ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ. അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകട്ടെ. ഞാൻ ഇതിനുള്ള കൈയിരിക്കയാരുമില്ല എനിക്കും വശം ചെയ്യുവാനാവേനുള്ള കൈയിരിക്കയാരുമില്ല എനിക്കും. ഓ ഇന്നെനിക്ക് വന്നു നേടുന്നതെല്ലാം, ഇന്നെനിക്ക് വന്നു നേടുന്നതെല്ലാം തണ്ണീരാണെന്നു ഞാനറിയുന്നു. ആമേൻ, തണ്ണീരാണെന്നു ഞാനറിയുന്നു. എന്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ കേടന്നേ ഞാനൊന്നു മോദമാ. എന്റെ ഇതാവൊന്നും വേണ്ട പ്രിയനേ. അങ്ങേ ഇതാവെന്നെ പൂർണ്ണമാകട്ടെ. എന്റെ ചാറ്റി വിളിച്ചു പറ. ഒന്നും വേണ്ട പ്രിയനേ. ചാറ്റി ലൈനിലുണ്ട്. ഇതാവെന്നെ പൂർണ്ണമാകട്ടെ. എന്താലയിലെ മോടികളുമെല്ലാം ഹൃദയമാണെന്നു. ഓ ഞാൻ ഇനി വേണോ? ഇതിലെ മോടികളുമെല്ലാം ഹൃദയമാണെന്നു നീ അറിയുന്നു. ഓ ഒന്നാലും നിരത്തും ഒന്നാലും നിരത്തു വീഴണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമാകൂ. ആമേൻ, ഉന്നതനറിഞ്ഞേ സാധ്യമാകൂ.
Praise the Lord. Praise the Lord. Hallelujah. കേൾക്കാം അങ്കിൾ, പറഞ്ഞു പറഞ്ഞോ. നമുക്ക് നമ്മുടെ തലകളെ വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. നമ്മുടെ തലകളെ വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ വൈകിയ സമയം നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും ദൈവം സഹായിച്ച ദൈവകരുണയ്ക്കായി ദൈവത്തിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ പ്രത്യേക കാലയളവിൽ കർത്താവിന്റെ പാദപ്പെടുത്തി ഇരിക്കുന്ന ജീവിതത്തിൽ വലിയ വിടുതലായി അനുഗ്രഹമായി അടുത്ത ചില നിമിഷങ്ങൾ നമുക്ക് കർത്താവിന്റെ ദാസൻ കൂടെ വിലയേറിയ ദൈവിക ആലോചന കേട്ട് ദൈവം നമ്മെ ശക്തീകരിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് തലകൾ ഉണക്കി പ്രാർത്ഥിക്കുമ്പോൾ ജോമോൻ ഈ സമയം ശക്തമായി ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ജോമോൻ കേൾക്കാമോ? ജോമോൻ പാസ്റ്റർ മോനെ ക്ലിയർ ആവുന്നില്ലയോ? കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ പോവാ, അദ്ദേഹം പ്രാർത്ഥിക്കാൻ പോയി. ഓക്കെ ഓക്കെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സ്തോത്രം 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 സ്തോത്രം. ജോമൻ പാസ്റ്റർ പ്രാർത്ഥിക്കുന്നതായിരിക്കും.
ജോമോൻ പാസ്റ്റർ പ്രാർത്ഥിക്കേണ്ടതാണ്. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങളുടെ രക്ഷകനോട് തോമനകുമാരനുമായ യേശു കർത്താവിന്റെ നാമത്തിൽ കർത്താവെ, സഭയായി ഒരിക്കൽ കൂടി സൂമിൽ കൂടിയ കർത്താവെ ജോയിൻ ചെയ്യുവാൻ ഞങ്ങളുടെ മീറ്റിംഗ് ആയി കർത്താവെ കൂടി വരുവാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ശരീരം കൊണ്ട് ഞങ്ങൾ വിദൂരസ്ഥരായിരുന്നെങ്കിൽ ആത്മാവിൽ ഒരുമനപ്പെട്ട് അപ്പന്റെ പാദപീഠത്തോട് അടുത്ത് വരുവാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഇന്ന് രാത്രികാലം നടക്കുന്ന മീറ്റിങ്ങിനെ തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് നിമിഷങ്ങളായി തീർക്കുവാൻ ദൈവത്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, വിശേഷാല മീറ്റിംഗ് പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം. വിശേഷാല ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ശുശ്രൂഷയ്ക്കായി കടന്നു ഞങ്ങളുടെ ദാസനായ സ്തോത്രം. ഇന്ന് രാത്രികാലത്തെ ദൈവജന ശുശ്രൂഷ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കർത്താവെ കാരണമാകുവാൻ കർത്താവെ, ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ പുഷ്ടി പ്രാപിക്കത്തക്കവണ്ണം ആത്മീയ ആഹാരത്താൽ ഇന്ന് പൽക്കൽ ഞങ്ങളെ തൃപ്തിപ്പെടുത്തണമേ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം മാത്രം ഞങ്ങൾക്ക് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ നിറവ് ഞങ്ങളായിരിക്കട്ടെ കർത്താവെ. പ്രാർത്ഥന സ്തോത്രം യേശു കർത്താവിൻ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിന് സ്തോത്രം. കേൾക്കാമല്ലോ? കേൾക്കാം. കർത്താവിന് സ്തോത്രം. ഈ ചൊവ്വാഴ്ച വൈകിട്ട് നമുക്ക് ദൈവപാദപീഠത്തിൽ ഒരു പ്രാവശ്യം കൂടെ അടുത്തു വരുവാൻ, ദൈവത്തെ സ്തുതിക്കാൻ ദൈവമിടയാക്കിയ ദൈവകരുണയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. വചനം ഇങ്ങനെ പറയുന്നു: മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കും പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നു. ഈ വല്ലാത്ത ലോകത്തിൽ അവന്റെ കൃപയ്ക്കായി നമുക്ക് കാത്തിരുന്ന ദൈവവചനത്തിനായി പ്രതീക്ഷയോടെ ഇന്ന് നാം എപ്പോഴും ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വ്യത്യസ്തമായ നിലയിൽ കർത്താവിന്റെ മഹത്വമാർന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ പകർന്ന് ദൈവിക ശക്തി നമ്മുടെ മേൽ വെളിപ്പെടുത്തി ദൈവിക അനുഗ്രഹത്താൽ ദൈവം നമ്മെ നിറച്ച് സഹായിച്ചു ശക്തീകരിച്ച് ബലപ്പെടുത്തി ഈ ഉശര മരുഭൂമിയിൽ നിലനിൽക്കുവാൻ ആവശ്യമായ എല്ലാ ദൈവകൃപ നമ്മുടെ മേൽ വെളിപ്പെടുത്തി ദൈവം നമ്മെ നടത്തേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. വിശേഷിച്ച് നമ്മുടെ യൗവനക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു ക്രമീകരണം ദൈവത്താൽ ഒരുക്കപ്പെട്ടു. ഈ മീറ്റിങ്ങിനായി ഈ സൂമിൽ കൂടിയിരിക്കുന്ന വിവിധ രാജ്യങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, അതുപോലെ തന്നെ വിവിധ നമുക്ക് തന്ന ദൈവിക കരുണയ്ക്കായി നമുക്ക് എല്ലാവർക്കും വന്ദനം ചെയ്യുന്നു. ഇന്ന് രാത്രി സമയം നാം അല്പസമയം ദൈവവചനം കേൾക്കുവാൻ പോവുകയാണ്. കർത്താവിൽ പ്രസിദ്ധനായ വിശേഷാല് സേലത്ത് കർത്താവിന്റെ മഹത്വமான ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന യൗവനക്കാരുടെ ഇടയിൽ വളരെ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജെയിൻ ജേക്കബ് അവരുകളാണ് ഇന്ന് രാത്രി ദൈവവചനം സംസാരിക്കുന്നത്. കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങളോട് വളരെ ഹൃദ്യമായി അവിടുന്ന് സംസാരിക്കണമേ. അവിടുത്തെ ദിവ്യമായ ആലോചന നമുക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശേഷിച്ച് നമ്മുടെ പ്രിയ സഹോദരൻ ഗ്ലാഡ്സൺ നീണ്ട വർഷങ്ങളിൽ സേലത്ത് പഠനത്തോടുള്ള ബന്ധത്തിലായിരുന്ന സമയത്ത് കർത്താവിന്റെ ദാസനുമായി അന്ന് ഒരുമിച്ചുള്ള ശുശ്രൂഷകളും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നല്ല അനുഭവങ്ങളും ഒക്കെ മറക്കാനൊക്കുന്ന കാര്യമല്ല എന്ന് എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ദൈവദാസന്മാരെ മറക്കാതെ ഇങ്ങനെ അവർ ചെയ്യുന്ന നല്ല പ്രവർത്തികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോഴും നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ എന്ന്, അവരുടെ നല്ല കാലങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുവീൻ എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. അവരെ ഓർക്കുകയും അവരിൽ കൂടെയുള്ള ദൈവിക വചനം പിന്നെയും പിന്നെയും നാം ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ദൈവവചന പ്രകാരം വലിയ വിടുതലുകളും സന്തോഷങ്ങളും പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. വിശേഷിച്ച് കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജെയിൻ ജേക്കബ് ഈ സമയം ദൈവവചന ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുന്നു. വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും ഇന്ന് രാത്രി ആയിരിക്കാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കും. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളും. അല്പ തൊണ്ടയിൽ ഒരു പ്രശ്നമുണ്ട്, ആണെങ്കിലും ക്ഷമിക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രിയ പാസ്റ്റർ ബാബു ജോർജ് കുടുംബം, ബ്രദർ ഗ്ലാഡ്സൺ കുടുംബം എന്നെ ഈ ഒരു സൂം മീറ്റിംഗിൽ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ വളരെ നന്ദി അർപ്പിക്കുന്നു. പ്രൈസ് ഗാഡ്. ഇത് എന്റെ പ്ലാന്, നമ്മുടെ പ്ലാൻ അല്ലാതെ ദൈവത്തിന്റെ ഒരു പ്ലാനായി ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ.
എന്റെ പേര് പാസ്റ്ററിനെ പരിചയപ്പെടുത്തി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അനിലും ദൈവത്തിന് വേണ്ടി എന്റെ ജീവിതം സമർപ്പിച്ച് ഒരു 21 വർഷം കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. വിളിച്ച നാൾ മുതൽ ഇന്ന് വരെ എന്റെ ദൈവം വിശ്വസ്തനായിരുന്നു. കൈവിടാതെ എത്രത്തോളം നടത്തി. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും പാസ്റ്റർ ആകും ഞാൻ വിചാരിച്ചില്ല. അനിലും എന്റെ 13 വയസ്സിൽ ഏജിലെ എനിക്ക് കിട്ടിയ ദൈവിക ആലോചന ആയിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അന്ന് ഞാൻ ചെറിയ പ്രായമായിരുന്നു, ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല. അനിലും ദൈവത്തിന്റെ സമയത്ത് ദൈവം എന്നെ പിടിച്ചു. പ്രൈസ് ഗോഡ്. ഞാൻ ദൈവവേല ചെയ്യത്തില്ല, ഒരിക്കലും ചെയ്യത്തില്ല പറഞ്ഞൊരു വ്യക്തിയാ അനിലും. പ്രൈസ് ഗോഡ്. എന്റെ മാരേജ് ശേഷം പ്രൈസ് ഗോഡ് ദൈവത്തിന്റെ പ്ലാൻ, ദൈവം എന്നെ എന്റെ പാസ്റ്റ് നോക്കുമ്പോൾ പ്രൈസ് ഗോഡ് അത് വളരെ അത്ഭുതത്തോടെ ദൈവം എന്നെ നടത്തിയത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യയിലെ ജനിച്ചു വളർന്ന ഞാൻ, എനിക്ക് അല്പം ഹിന്ദി അറിയാം. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. അന്ന് ഒരിക്കലും കേരളത്തിൽ വരും ഞാൻ വിചാരിച്ചല്ല. അനിലും ഒരു ചെറിയൊരു ആക്സിഡന്റ് മുഖാന്തരം കേരളത്തിൽ വരേണ്ടി വന്നു. പ്രൈസ് ഗോഡ്. അതാ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഒരു കാരണമായി മാറി. അങ്ങനെയാണ് കേരളത്തിൽ വന്ന് ഞാൻ പഠിക്കാൻ വന്ന സ്കൂൾ ബെദനി അക്കാഡമി, നിങ്ങൾക്ക് അറിയായിരിക്കും. പ്രൈസ് ഗോഡ്. ആ സ്കൂൾ വെച്ച് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അല്ല, എന്നെ വിശ്വാസം കൊണ്ടുവന്നത് ഒരു പാസ്റ്റർ അല്ല, എന്നെ വിശ്വാസം കൊണ്ടുവന്നത് അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസുകളായിരുന്നു. പ്രൈസ് ഗോഡ്. ആ സ്കൂളിനകത്ത് ഒരുപാട് ഡിബേറ്റുകൾ നടക്കാറുണ്ടായിരുന്നു. അവിടെ എല്ലാ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസ് പഠിക്കാൻ വരുന്നതുകൊണ്ട് തമ്മിൽ ഭയങ്കര ഡിബേറ്റുകൾ നടക്കും. അവിടെ വെച്ച വചനം കേട്ട് ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, എനിക്ക് സത്യം മനസ്സിലായത് സ്നാനപ്പെടണം. 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് ആമേൻ ഞാൻ ദൈവത്തനുസരിച്ചു, ഞാൻ സ്നാനപ്പെട്ടു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അനിലും ദൈവവേല ചെയ്യാൻ എനിക്ക് ഒറ്റ താല്പര്യം ഇല്ലായിരുന്നു. പ്രൈസ് ഗോഡ്. ആമേൻ. ലോകപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പ്രൈസ് ഗോഡ്. ഇനി പഠിക്കണം, വിദേശത്ത് പോകണം. പ്രൈസ് ഗോഡ്. ആണ് എന്റെ പ്ലാനുകളെല്ലാം ദൈവം ക്യാൻസൽ ആക്കി. പ്രൈസ് ഗോഡ്. എന്റെ എല്ലാ പ്ലാനുകൾ ദൈവം ക്യാൻസൽ ആക്കി. ദൈവം എന്നെ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു സ്ഥലം തമിഴ്നാട്ടിലെ ദൈവം എന്നെ കൊണ്ടുവന്നു. ആമേൻ. എന്റെ വൈഫ് ഒരു ഡോക്ടറാണ്, പുള്ളിക്കാർത്തി സേലത്തെ പഠിച്ചതാ. പ്രൈസ് ഗോഡ്. അനിലും മാരേജ് ശേഷം ഞാൻ എപ്പോഴും അവരോട് പറയും, ഞാൻ ഒരിക്കലും തമിഴ്നാട്ടിൽ പോകത്തില്ല. അനിലും എങ്ങോട്ടും ഞാൻ പോകത്തില്ല പറഞ്ഞ അതേ സ്ഥലത്ത് ദൈവം എന്നെ കൊണ്ടുവന്നു. എന്റെ എല്ലാ വഴികൾ വാതിലുകൾ ദൈവം അടച്ച്. പ്രൈസ് ഗോഡ്. ഞാൻ ഓസ്ട്രേലിയക്ക് പോയി പഠിക്കാൻ ഇരുന്നത് ആ വാതിൽ ദൈവം അടച്ചു. ഇനി പല സ്ഥലങ്ങൾ സീറ്റ് ഉണ്ട് എന്റെ BDS കഴിഞ്ഞ് MDS പഠിക്കാൻ വേണ്ടി. ആണെങ്കിലും കറക്റ്റ് ടൈമില് ദൈവം അവൻ എല്ലാ വാതിലുകൾ അടച്ച് കയ്യിൽ പണം ഉണ്ടായിട്ട് പോൽ സീറ്റ് കിട്ടാത്തൊരു സിറ്റുവേഷൻ ആയപ്പോ സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തെ വിളിക്കാതെ വേറെ ഒരു വഴിയില്ല. ആ സമയത്ത് ആമേൻ, പ്രൈസ് ഗോഡ്, ഞാൻ എന്റെ ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. അതിന്റെ പുറയില് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ട്. അതൊക്കെ മേലെ പറയുമ്പോ എന്റെ പ്രാർത്ഥിക്കുന്ന എന്റെ വൈഫാ. ആമേൻ, സ്തോത്രം. അവള് വളരെ ആഗ്രഹിച്ചതാ ആമേൻ, ഞങ്ങൾ കുടുംബമായിട്ട് ദൈവത്തെ വേല ചെയ്യണം. പ്രൈസ് ഗോഡ്. അതിലും ആ പ്രാർത്ഥന ദൈവം കേട്ടു. ഹല്ലേലൂയ. ആമേൻ. 1999 ആമേൻ ഇതേപോലെ ഒരു ജൂലൈ മാസത്തിൽ എന്റെ വഴികളെല്ലാം അടഞ്ഞപ്പം പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഞാൻ ഒരു തീരുമാനം എടുത്തു, ഒരു സൂസൈഡ് ചെയ്യാൻ. ഇത് എന്റെ വൈഫിനെ അറിയത്തില്ല. എന്റെ അമ്മയ്ക്ക് ഒരേ മകനാ ഞാൻ, എനിക്ക് പിതാവില്ല. അപ്പൊ വളരെ എന്റെ മേലെ വളരെ പ്രത്യാശയില്ല എന്റെ മാതാവ്, പിന്നെ എന്റെ വൈഫ്. അവർ അറിയാതെ ഞാൻ സൂസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. ആമേൻ. എന്റെ കയ്യില് ചില പോയിസണുകൾ എല്ലാം റെഡിയാക്കി ഞാൻ എടുക്കുമ്പോ ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാ, വൈ, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രശ്നങ്ങൾ വരുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അന്ന് ആദ്യമായിട്ട് ദൈവത്തെ ശബ്ദം ഞാൻ നേരിട്ട് കേട്ടു. നീ എന്റെ വേലയ്ക്ക് വന്നോണ, നീ എന്റെ സന്നിധിയിൽ മടങ്ങി വന്ന ആമേൻ, നിനക്ക് വേണ്ടി ഞാൻ ചില വാതിലുകൾ ഞാൻ തുറക്കും. പ്രൈസ് ഗോഡ്. ഇത് അന്ന് പല ദൈവദാസന്മാരെ ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ പേഴ്സണലായ ഒരു ദൈവശബ്ദം കേട്ടിട്ടില്ലായിരുന്നു ആ ടൈം വരെ. അന്ന് ദൈവത്തെ ശബ്ദം കേട്ടു. ഞാൻ ദൈവത്തോട് പറഞ്ഞു ഇങ്ങനെ, ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ആമേൻ, ഞാൻ ദൈവം ചെയ്യും, ആദ്യം എനിക്ക് പഠിക്കാനുള്ള വഴികൾ തുറക്ക്. അതിലും ഞാൻ പറയട്ടെ, അവിടെ ദൈവം വിശ്വസ്തനാ. ഈ ദൈവം വിളിച്ച ദൈവം, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, അവന്റെ സമയത്ത്
തക്ക സമയത്ത് വഴികൾ തുറക്കുന്ന ദൈവമാണ്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അതിന്റെ ശേഷമാ ഞാൻ സമർപ്പിച്ച് ആമേൻ പ്രൈസ് ഗാഡ് ഞാൻ അഭിഷം പ്രാപിച്ചത്. അഭിഷം പ്രാപിച്ചപ്പം ഞാൻ ആ പഴയ ആളല്ല. ആമേൻ, എന്റെ മനസ്സിൽ ഇനി പഠിക്കാനുള്ള മനസ്സേ ഇല്ലായിരുന്നു. എനിക്ക് ദൈവത്തെ വേല ചെയ്യണമായിരുന്നു. പ്രൈസ് ഗാഡ്. ആണെങ്കിലും ദൈവം എനിക്കിത് വഴി തുറന്നു. കാരണം ദൈവത്തിന്റെ പ്ലാൻ വേറെ ആയിരുന്നു. പ്രൈസ് ഗാഡ്. ഈ സേലപട്ടണത്തെ ഞാൻ വരണം. പ്രൈസ് ഗാഡ്. ഇവിടെ ചില തലമുറകൾ, ചില വ്യക്തികൾ ദൈവം കണ്ടിട്ടുണ്ടായിരുന്നു. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അത് ഞാൻ അറിഞ്ഞില്ല, ഞാൻ മനസ്സിലാക്കിയില്ല. അന്ന് ദൈവം എന്നെ കുടുംബമായിട്ട് ഇവിടെ കൊണ്ടുവന്നു. പ്രൈസ് ഗാഡ്. അന്ന് മുതൽ ഇന്ന് വരെ പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ, കഴിഞ്ഞ 21 years ഹല്ലേലൂയ ദൈവത്തെ വേല ഈ ദേശത്ത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ഇതിടയ്ക്ക് ഒരു 7 വർഷത്തേക്ക് വേണ്ടി ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങൾ സൗദി അറേബ്യക്ക് ഒന്ന് പോയി. പോകാൻ ഒറ്റൊരു കാരണമായിരുന്നു. പ്രൈസ് ഗാഡ്, ഞങ്ങൾക്ക് സഭ പണിയണമായിരുന്നു. പ്രൈസ് ഗാഡ്. ഞങ്ങൾ റെന്റഡ് ബിൽഡിംഗില് ലാസ്റ്റ് അവസാനം 25,000 rupees റെന്റ് കൊടുത്തിട്ടാണ് മീറ്റിംഗ് നടത്തിയത്. ആണെങ്കിലും ദൈവത്തിലേക്ക് സമർപ്പിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞൊരു വാഗ്ദത്തമാ, നീ സ്വന്തം സഭയിൽ നീ സഭ നടത്തും. അത് 20 വർഷത്തിന് മുമ്പുള്ള കാര്യമാ. പ്രൈസ് ഗാഡ്. ഞാൻ അത് വിശ്വസിച്ചു. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. 2015 സ്വന്തം ചർച്ച് ബിൽഡിംഗിൽ ഞങ്ങൾ പ്രവേശിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. 2017 ജോലി രാജിവെച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ഇപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് ഫുൾ ടൈം മിനിസ്ട്രി ഞങ്ങൾ ഈ ദേശത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ഗാഡ്. എനിക്ക് അത് കുറിച്ച് വളരെ എന്താ പറയുന്ന ഞാൻ വളരെ പ്രൗഡാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കാരണം എന്നോട് പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, എത്ര പഠിച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ജോലി വിട്ട് ദൈവത്തെ വേല ചെയ്യുന്നു? ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ദൈവത്തിന്റെ വിളിയാ. It's a calling of God. ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇംഗ്ലീഷ് പറയും. ഞാൻ വിശ്വസിക്കുന്നു ചിലർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. അത് ദൈവത്തിന്റെ വിളിയാ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഞാൻ നിൽക്കുന്നത്. എന്നോട് പലരും പറഞ്ഞു, നീ എങ്ങനെ അവിടെ പിടിച്ച് നിൽക്കും ജോലി കളഞ്ഞിട്ട്? കാരണം ഞങ്ങൾ 2 പേര് ആമേൻ ഹല്ലേലൂയ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആമേൻ ഗവൺമെന്റ് ജോലിയാ ചെയ്തുകൊണ്ടിരുന്നത്. സ്വന്തം, ഹല്ലേലൂയ. പക്ഷേ ആമേൻ ദൈവം എന്നോട് പറഞ്ഞു ജോലി രാജിവെക്കാൻ. ഞങ്ങൾ കുടുംബമായിട്ട് രാജിവെച്ചിട്ട് ഞങ്ങൾ ഈ ദേശത്ത് വന്നു. ദൈവം ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സേലത്ത് 100 കണക്ക് പറയുമ്പോൾ എനിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അത്രത്തോളം കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കാൻ വന്നത്. ആമേൻ. അത് പഠിച്ച് അവർ പല കോണ്ടിനെന്റ്സിലായിരിക്കുന്നത്, പല ദേശത്തായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളുണ്ട്, ഗ്ലാഡ്സൺ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ ബ്രദർ കണ്ട് 2004 മുതൽ ഇന്ന് വരെ എനിക്ക് തോന്നുന്നു 16 വർഷം കഴിഞ്ഞു. ഹല്ലേലൂയ. 16 years in റിലേഷൻഷിപ്പ് ആണ്. സ്തോത്രം. എന്റെ ഹൃദയത്തെ അന്ന് കണ്ട് ഗ്ലാഡ്സൺ ഇന്ന് ഗ്ലാഡ്സൺ തമ്മിൽ ഒരു വ്യത്യാസമില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ സ്നേഹം ഇന്ന് വരെ കണ്ടിന്യൂ ചെയ്ത്. ഞാൻ പറയാൻ വന്ന സ്തോത്രം, അല്ല ഈ സഭയുടെ അകത്ത് ആമേൻ അനേക ഈ കാലഘട്ടത്തിൽ ആമേൻ യൂത്തിനെ കുറിച്ച്, ചെറുപ്പക്കാരെ കുറിച്ച്, യവനങ്ങളെ കുറിച്ച് പലർക്ക് ഭാരമില്ല. നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഞാൻ ബാംഗ്ലൂർ ആദ്യം പഠിച്ചത്, അതിന് ശേഷം സേലത്ത് MDS പഠിക്കാൻ വേണ്ടി വന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആണെങ്കിലും ഞാൻ കണ്ടത് വളരെ മോശമായി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാവരും ഇവിടെ ആയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ആ സമയത്തില് ചിലരെ ദൈവം തെരഞ്ഞെടുത്തത്, അവരെ ദൈവം പണിതത്. ആമേൻ. നമ്മുടെ പിള്ളേര് ഈ സേലത്തെ പഠിച്ച് ചില ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് ഇപ്പം ഫുൾ ടൈം പാർട്ട് ടൈം ആയിട്ട് പല ലോകത്തിന്റെ പല സ്ഥലത്ത് ദൈവത്തെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് പറയാൻ എനിക്ക് വളരെ അഭിമാനമുണ്ട്. പ്രൈസ് ഗാഡ്. കാരണം ഈ ലോകത്തിന് ഡിഗ്രി മാത്രമല്ല വലുത്, ഈ ലോകത്തിന്റെ ജോലി മാത്രമല്ല വലുത്, ഈ ലോകത്തിന്റെ നന്മകളല്ല മാത്രം വലുത്, ഈ ലോകത്തെ ദൈവം നമുക്ക് വിളിച്ച വിളിയ ആമേൻ അതാ ഏറ്റവും വലുത്. പ്രൈസ് ഗാഡ്. അതാ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗാഡ്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഇനി ദൈവവചനത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗാഡ്. എന്നെ വളരെ ആമേൻ പ്രൈസ് ഗാഡ് വളരെ ഈ ബൈബിളിനകത്ത് ആമേൻ എന്നെ വളരെ ഇംപ്രസ് ചെയ്തത്, എന്നെ വളരെ എൻകറേജ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത ഒരു ആൾ പറയുമ്പോൾ ജോസഫ് ആണ്. ആമേൻ. പ്രൈസ് ഗോഡ്. യോസഫ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. 17 വയസ്സില് ദൈവത്തെ ശബ്ദം സ്വപ്നം കണ്ട ഒരു മകനാ യോസഫ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ആമേൻ സ്തോത്രം യൂത്ത്സിനിടയ്ക്ക് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ആമേൻ ബൈബിളിനകത്ത് നോക്കി പഠിക്കേണ്ട ഒരു ആളാ ജോസഫ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 17 വയസ്സില് ആമേൻ അവന് കണ്ട സ്വപ്നം. Praise God. Hallelujah. I mean, he saw the dream at the age of 17 years. Praise God. Hallelujah. It was not an ordinary age. It was the youth. Hallelujah. ഒരു യൂത്തിന്റെ തുടക്കത്തിൽ ഒരു ടൈമാണ് 17 വയസ്സും.
പ്രൈസ് ഗോഡ്. ഈ ഒരു ടൈമിലാ പലരെ തെറ്റിപ്പോകുന്നത്. ഈ ഒരു ടൈമിലാ പലരെ ലോകപ്രകാരം പോകുന്ന ഒരു സമയം. പ്രൈസ് ഗോഡ്. ആ സമയത്ത് പ്രൈസ് ഗോഡ് ദൈവത്തെ അറിഞ്ഞൊരു ആളായിരുന്നു യോസഫ്. വിശുദ്ധിയോടെ ബലപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു യോസഫ്. ഹല്ലേലൂയ. ദൈവമായിട്ട് വളരെ സ്ട്രോങ് ബന്ധമായിരുന്നു യോസഫിന്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് സ്വപ്നത്തെ ദൈവം അവനെ ചില ഡ്രീംസ്, ഹല്ലേലൂയ, അവനോട് ചില സംസാരിച്ചു, അവന് ഡ്രീമുകൾ ദൈവം കൊടുത്തു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം നമ്മൾ 37 മുതൽ 50 വരെ വായിക്കുമ്പോൾ ആമേൻ യോസഫിന്റെ ചരിത്രം നമുക്ക് നന്നായി വായിക്കാൻ പറ്റും. ആനിലും അപ്പോസ്തലരുടെ പ്രവൃത്തി 7-ാം അധ്യായം അതിന് 9-10 ഒന്ന് വായിച്ചതിനെ സഹായിക്കണം. ആക്ട്സ് ചാപ്റ്റർ 7 verse 9 and 10. മലയാളത്തെ എനിക്ക് സഹായിക്കാം. അപ്പോസ്തലരുടെ പ്രവൃത്തി 7-9-10. ഗോത്രപിതാക്കന്മാർ യോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്ന് സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച് മിസ്രൈം രാജാവായ ഫറവോന്റെ മുമ്പേക്ക് അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. അവൻ അവനെ മിസ്രൈമിനും തന്റെ സർവ്വഗൃഹത്തിനും അധിപതിയാക്കി വെച്ചു. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. വചനം പറയുന്നത് പ്രൈസ് ഗോഡ് അവനെ ആത്മീയത കണ്ടിട്ട് സ്വന്തം ദൈവം അവന് പറഞ്ഞത് ചില വാഗ്ദത്തങ്ങൾ കേട്ടിട്ട് അവന്റെ സ്വന്തം സഹോദരന്മാർക്ക് അസൂയുണ്ടായി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവർ ഇസ്മലൈറ്റ്സിന്റെ കയ്യിൽ അവനെ വിറ്റ് കളഞ്ഞു. അവന്റെ ചരിത്രം നിങ്ങൾക്ക് നന്നായി അറിയാം. പൊട്ടിഫാറിന്റെ വീട്ടില് സ്വത്രം ഹല്ലേലൂയ അവൻ അനുഭവിച്ച കഷ്ടങ്ങൾ. സ്വത്രം ഹല്ലേലൂയ. കാരകളുടെ അകത്ത് അവൻ അനുഭവിച്ച കഷ്ടങ്ങൾ. പക്ഷെ ഒരു കാര്യമ സ്വത്രം ഹല്ലേലൂയ ഈ കഷ്ടങ്ങളോട് കടന്നു പോയപ്പം വചനം പറയുന്നു എല്ലാ കഷ്ടങ്ങളിലെ ദൈവം അവനെ വിടുവിച്ചു. God delivered him from all the troubles. Praise God. Hallelujah. ഇന്ന് ദൈവാത്മാ യൂത്തുകളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന സ്വത്രം നീ ദൈവത്തെ നീ മുറുക്കി പിടിച്ച. ഹല്ലേലൂയ. നീ ദൈവത്തിനെ മുറുക്കി പിടിച്ച സ്വത്രം. ഹല്ലേലൂയ. വിശുദ്ധിയോടെ ബലപ്പെട്ട് നീ ജീവിച്ച സ്വത്രം. ഹല്ലേലൂയ. ജീവിതത്തിൽ ഏത് കഷ്ടങ്ങൾ വന്നാലും സ്വത്രം എല്ലാത്തും ദൈവം നിന്നെ വിടുവിക്കും. ഇനി വിളിച്ച ദൈവം വിശ്വസ്തനാണ് സ്വത്രം. ദൈവം ഈ രാത്രികാലം ദൈവമക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. Praise the Lord. ഹല്ലേലൂയ. ആമേൻ. 37 ഉൽപ്പത്തിയുടെ പുസ്തകം 37-ാം അധ്യായം 2-ാം വാക്കിൽ വായിക്കുന്നത് അവന് കിട്ടിയ ആമേൻ ദർശനം. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 39-9 വായിക്കുമ്പോൾ സ്വത്രം പാപം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കടന്നു വന്നപ്പം ഹല്ലേലൂയ ജീവിച്ച ഈ യോസഫ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ ഒരു പ്രായത്തില ഒത്തിരി പാപം ചെയ്യുന്ന മോഹങ്ങൾ വരുന്ന ഒരു കാലഘട്ട സ്വത്രം. ഹല്ലേലൂയ. ആമേൻ. ഈ സ്ഥലത്ത് ആയിരിക്കുമ്പോൾ ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ തള്ളിപ്പോകും, നിങ്ങൾ കണ്ണ് തള്ളിപ്പോകും. സ്വത്രം. ഹല്ലേലൂയ. ദൈവമക്കളുടെ കുഞ്ഞുങ്ങൾ ആമേൻ ഡ്രഗ്സ് എടുത്ത് വെള്ളം അടിച്ച് ആമേൻ കല്യാണം കഴിക്കാതെ അന്യ സ്ത്രീകളോട് ജീവിക്കുന്ന ഒരു കാലഘട്ട സ്വത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അത് എങ്ക പറയാൻ ആഗ്രഹം ഈവൻ പാസ്റ്റേഴ്സ് ചിൽഡ്രൻ ആമേൻ ഈവൻ ദേവദാസന്റെ മക്കൾ വരെ വഴി തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നത്. ഞാൻ പലപ്പോഴും അവരുടെ അടുത്ത് പോയി അവരെ ഞാൻ ഉപദേശിക്കുന്നത് സ്വത്രം. അവർ പാരന്റ്സ് അടുത്ത് ഞാൻ വിളിച്ചു പറയും ഇത് മക്കൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആരിലും ഞാൻ പറട്ടെ ചില പാരന്റ്സ് ഹല്ലേലൂയ അവർ വളരെ ബാധ്യത പാരന്റ്സ് സ്വന്തം ആണെങ്കിലും ചില പാരന്റ്സിനെ അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. പ്രൈസ് ഗോഡ്. അവരെ കുഞ്ഞുങ്ങൾ പഠിക്കണം, കുഞ്ഞുങ്ങൾക്ക് നല്ല ജോലി കിട്ടും. ഹല്ലേലൂയ. അവർക്ക് ഒരു ആത്മീയ കാഴ്ചപ്പാടില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ എന്തൊരു സ്വഭാവം പറയുമ്പോൾ സ്വത്രം ഹല്ലേലൂയ ഗാർസിനെ അറിയാം. ഞാൻ പറയാതെ ഞാൻ വിസിറ്റിംഗ് നടത്തും. ഹല്ലേലൂയ. പറയാതെ ഞാൻ അവിടെ ചെല്ലും. സ്വത്രം. ഹല്ലേലൂയ. പലരെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ആമേൻ. ഐ എം ടോക്കിംഗ് ഈ പ്രസന്റ് കാര്യങ്ങൾ പാസ്റ്റ് ഒരുപാട് നടന്നിട്ടുണ്ട്. അതിലും ഈ പ്രസന്റ് കാര്യത്തെ ഞാൻ പറയുന്ന സ്വത്രം. ഹല്ലേലൂയ. പണ്ടത്തെ പോലല്ല. ഇപ്പം ആ സിറ്റുവേഷൻ ഇനിയും മോശമായിരിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പറയാതെ അവിടെ ചെല്ലും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പലരെ ഞാൻ പിടിച്ചിട്ടുണ്ട്. സ്വത്രം. ഞാൻ പറയാൻ വന്ന സ്വത്രം. അതുപോലൊരു സിറ്റുവേഷൻ യോസഫിന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോ സ്വത്രം അവൻ പാപം ചെയ്തായിരുന്ന സ്വത്രം. ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിൽ ഒരു കുഴപ്പമുണ്ടാകത്തില്ലല്ലോ. പക്ഷേ അവനൊരു തീരുമാനം എടുത്തു. എന്ത് സംഭവിച്ചാലും ഞാൻ പാപം ചെയ്യത്തില്ല. എന്ത് സംഭവിച്ചാലും ഹല്ലേലൂയ ഞാൻ ട്രാക്ക് മാറി പോകത്തില്ല. എന്ത് സംഭവിച്ചാലും സ്വത്രം ഞാൻ ദൈവത്തിന് മുമ്പിൽ ഞാൻ വിശ്വസ്തനായി നിൽക്കും. സ്വത്രം. ഹല്ലേലൂയ. അത് യോസഫ് തീരുമാനം എടുത്തു. ആ തീരുമാനത്തിൽ അവൻ പിടിച്ചു നിന്നത്.
പ്രൈസ് ഗോഡ്. ഇന്ന് ഇവിടുത്തെ യൂസ്ഫുൾ ദൈവത്തെ സംസാരിക്കുന്ന സ്തോത്രം. ലോകത്തിറങ്ങുമ്പോൾ ഹല്ലേലൂയ പാപം ചെയ്യാനുള്ള ഒരുപാട് സിറ്റുവേഷനുകൾ സ്തോത്രം ഹല്ലേലൂയ വഴിതെറ്റി ണ്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവിക്കത്തിന് വീണ്ടും പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ജീവിതം സേഫാണ് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നീ പഠിക്കുന്ന കോളേജ് ആയാലും ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും സ്വന്തം ഹല്ലേലൂയ വളരെ മോശമായി ജീവിക്കുന്ന ആൾക്കാരുടെ സ്വന്തം ഹല്ലേലൂയ. അതിന്റെ മധ്യത്തിൽ ദൈവം പറയുന്ന ദൈവത്തെ മക്കൾ സാക്ഷിയോടെ ജീവിക്കണം. Hallelujah. When you're living among such wretched generation, you should live a life of testimony among them. Praise the Lord. Hallelujah. യോസേഫിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അവൻ എത്ര വേദന അനുഭവിച്ചത്. സ്വന്തം സഹോദരന്മാർ അവനെ ചതിച്ചു, അസൂയ കാരണം ഹല്ലേലൂയ അവനെ വിട്ടുകളഞ്ഞു ചില പൈസകൾക്ക് വേണ്ടി സ്വന്തം ഹല്ലേലൂയ. അവനെ പോയ വീട്ടില് അവന്റെ ജീവിതത്തിൽ ഈ അധിക നരകമായിരുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അവനെ ദാസനായ പോത്തിഫാറിന് മുമ്പിൽ വിശ്വസ്തനായിരുന്നു. ദൈവത്തെ കണ്ണു മുമ്പിൽ വിശ്വസ്തനായിരുന്നു. ദൈവനെ നിർത്തിയിരിക്കുന്ന സ്ഥലത്ത് നീ വിശ്വസ്തനായിരിക്കണം. ആദ്യ ദൈവത്തെ കണ്ണു മുമ്പിൽ നീ വിശ്വസ്തനായിരിക്കണം. നിന്റെ സഭയിലകത്ത് നിന്റെ പാസ്റ്ററിന് മുമ്പിൽ നീ വിശ്വസ്തനായിരിക്കണം. നീ വീട്ടിനകത്ത് നിന്റെ മാതാപിതാക്കളുടെ മുമ്പിൽ നീ വിശ്വസ്തനായിരിക്കണം. ഇന്ന് ഈ രാത്രി ദൈവാത്മാ ദൈവമക്കൾക്ക് ആലോചന കൊടുക്കുന്നത് ഹല്ലേലൂയ ഒന്നും ദൈവത്തെ കണ്ണു മുമ്പിൽ മറിഞ്ഞിരിക്കുന്നില്ല. Nothing is hidden from the sight of God. ഒന്നും ദൈവത്തെ കണ്ണു മുമ്പിൽ മറിഞ്ഞിരിക്കത്തില്ല. എല്ലാ ദൈവം എക്സ്പോസ് ചെയ്യും. Hallelujah. Praise God. എല്ലാ ദൈവം എക്സ്പോസ് ചെയ്യും. നമുക്കറിയാം ദാവീദ് ചെയ്ത പാപം ഹല്ലേലൂയ അത് ദൈവം എക്സ്പോസ് ചെയ്തു. സ്വന്തം ഹല്ലേലൂയ. അപ്പൊ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ രഹസ്യ പാപങ്ങളായാലും ഏത് പാപങ്ങളായാലും സ്വന്തം ഹല്ലേലൂയ സ്തോത്രം അതെല്ലാം ദൈവം എക്സ്പോസ് ചെയ്യും. അല്ല ദൈവക്രോധ ദൈവത്തെ സംസാരിക്കുന്ന സ്തോത്രം ഹല്ലേലൂയ നിങ്ങൾ ആണ് നിങ്ങൾ തിരിച്ചറിയണം. You should know your identity. Hallelujah. നീ പഠിക്കുന്ന കോളേജില് നമുക്കൊരു ID കാർഡ് ഉണ്ട്. നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ID കാർഡ് ഉണ്ട്. പഠിക്കുന്ന സ്കൂളിൽ ഒരു ID കാർഡ് ഉണ്ട്. ഹല്ലേലൂയ. അതെന്താ കാണിക്കുന്ന അറിയാം? നീ സോ ആൻഡ് സോ സ്കൂള് കോളേജോ അല്ലെ ആ ഓഫീസോ ആ കമ്പനി നീ ജോലി ചെയ്യുന്ന അത് നിന്റെ ഐഡന്റിറ്റി കാണിക്കുന്നത്. സ്വന്തം ഹല്ലേലൂയ. നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ആമേൻ നിന്റെ പേര് ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നിന്റെ അഡ്രസ് കാണിക്കുന്നത്. അതുപോലെ ആ ദൈവമക്കൾക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്. നിന്റെ ഐഡന്റിറ്റി ഈ ലോകത്തിൽ അല്ല, ഈ ഭൂമിയിലില്ല. നിന്റെ ഐഡന്റിറ്റി സ്വർഗത്തിലാണ്. നിന്റെ പേര് ഈ ഭൂമിയിൽ എഴുതി വെച്ചിട്ടില്ല. നിന്റെ പേര് ജീവനുള്ള പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. സ്വന്തം ഹല്ലേലൂയ. ആ ബ്ലഡ് ഗ്രൂപ്പ് കാണിക്കുന്നത് യേശുവിന്റെ രക്തമാ. പ്രൈസ് ഗോഡ്. ഇന്ന് ദൈവമക്കളുടെ ശക്തമായ ദൈവമാത്മാ സംസാരിക്കുന്ന നിന്റെ ഐഡന്റിറ്റി നീ തിരിച്ചറിയണം. You should know about your identity. Hallelujah. Praise God. അത് ഒരു നാളും പറഞ്ഞു കളയല്ലേ. നീ ഭൂമിയിലെ ഏത് അറ്റത്ത് നീ പോയാലും സ്വന്തം ഹല്ലേലൂയ നീ ആരാണ് നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. ദൈവത്തെ വിശ്വസിക്കണം. മക്കൾക്ക് ദൈവം ഭാഗ്യം എന്താ കൊടുത്തിരിക്കറിയോ? ദൈവ മക്കൾ വിളിക്കപ്പെടാൻ. You have got the right to be called the children of God because you have believed in Him. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താ പദവി ലഭിച്ചിരിക്കണം അറിയോ? ദൈവത്തെ മക്കൾ. നമ്മുടെ ആരാ? ദൈവത്തെ മക്കൾ. നമ്മുടെ സാധാരണക്കാരനല്ല, നമ്മുടെ ലോകത്തിന്റെ ഒന്നും അല്ല. സ്തോത്രം. വലിയൊരു വില കൊടുത്തിരിക്കുന്ന ദൈവം. He paid a heavy price for you and me. ഹല്ലേലൂയ. അത് ആ വില എന്താ അറിയാം? அந்த സ്വന്തം ജീവൻ ദൈവം നമുക്ക് വേണ്ടി കൊടുത്തതാ. ഇന്ന് ദൈവമക്കൾ ഇത് ഓർക്കണം. ഹല്ലേലൂയ. ഞാൻ ഇത് പറയുന്നത് കൂടുതൽ യൂത്ത്സിനെ കുറിച്ച്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. കാരണം പാപം ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലുള്ളതാ. പ്രൈസ് ഗോഡ്. കാരണം ചുറ്റുപാട് അങ്ങനെ, ഫ്രണ്ട് സർക്കിൾ അങ്ങനെ, ഹല്ലേലൂയ നിന്റെ സിറ്റുവേഷൻ അങ്ങനെ. സ്വന്തം ഹല്ലേലൂയ. മനുഷ്യൻ പാപം ചെയ്തു പോകുക. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഞാൻ പ്രൈസ് ഗോഡ് ഒരു പാസ്റ്ററിന്റെ മകൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ പറയാൻ എനിക്ക് ക്ഷേമാണെങ്കിലും ഞാൻ പറയാ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഞാൻ അവരുടെ പേര് വിളിച്ച് പറയുന്നില്ല. ഐ എം ജസ്റ്റ് ഗിവിംഗ് എക്സാമ്പിൾസ്. ഹല്ലേലൂയ. ഇത് ഞാൻ കണ്ടോണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പ്രൈസ് ഗോഡ്. അവൻ അവിടെ ഹോസ്റ്റലിൽ അവിടെ ഓടിയിട്ട് ആമേൻ ഹല്ലേലൂയ ഇവിടെ സ്ഥലത്ത് പഠിക്കാൻ വന്നത് അത്ര മാത്രം പറയാം. ഹി വെന്റ് ടു ഈറോഡിലെ ഒരു ടെമ്പിൾ ഒരു അമ്പലത്തെ പോയി. സ്വന്തം ഹല്ലേലൂയ ഒരു തമിഴ് പെണ്ണിനെ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ഓൾറെഡി കല്യാണം കഴിച്ച ഒരു പെണ്ണ. പ്രൈസ് ഗോഡ് അവളെ പോയി അവന് കല്യാണം കഴിച്ചു, താലി കെട്ടി. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അത് കഴിഞ്ഞ് അവൻ ഫോട്ടോ എടുത്തിട്ട് വന്ന് അവന്റെ കോളേജിൽ വന്നു, എല്ലാവരെയും കാണിച്ചു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അവന്റെ കോളേജിനെ അവനെ ഡിസ്മിസ് ചെയ്തു. അത് വേറെ ഒരു കാര്യമാണ്. പ്രൈസ് ഗോഡ്. പക്ഷെ ഞാൻ പറയാൻ വന്നത് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആമേൻ പാപം ചെയ്യുന്ന ഒരു ടെൻഡൻസിയാ. അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരും ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പക്ഷെ അവനെ നഷ്ടപ്പെട്ടെന്തറിയോ? അവൻ നഷ്ടപ്പെട്ടത് ദൈവിക കൃപ.
അവന് നഷ്ടപ്പെട്ട ദൈവസ്നേഹം. പ്രൈസ് ഗോഡ്. ഇന്ന് ദൈവാത്മ സംസാരിക്കുന്ന. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ ഒരു എക്സാമ്പിളായി ജീവിക്കണം. യു ഷുഡ് ലീവ് യുവർ ലൈഫ് വിത്ത് ആൻ എക്സാമ്പിൾ. ഒരു മാതൃമായി ജീവിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം എവിടെ നിന്ന് നിർത്തിയിട്ടുണ്ടോ നിന്നെ കണ്ടിട്ട് ഒരാൾ പറയണം, അവള് ദൈവത്തിന്റെ പൈതലാണേ. They should say about you that he or she is the children of God. നമുക്കൊരു ഭാഗം എടുക്കാം. 1 തിമോത്തി 4:12. 1 തിമോത്തി 4:12. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഒരു യൂത്ത് ഒരു യോനക്കാരൻ എങ്ങനെ ആയിരിക്കണം ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നു. പോൾ തിമോത്തിക്ക് എഴുതിയ ലേഖനത്തെ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നു. സ്തോത്രം. യു ഷുഡ് ബി ആൻ എക്സാമ്പിൾ. യു ഷുഡ് ബി ആൻ എക്സാമ്പിൾ. ഹല്ലേലൂയ. നീ ചർച്ചിൽ എക്സാമ്പിൾ ആയിരിക്കണം. ഹല്ലേലൂയ. നിന്നെ ദൈവം നിർത്തിയിരിക്കുന്നു സഭയിലകത്ത് ഒരു എക്സാമ്പിൾ ആയിരിക്കണം. നിന്റെ വീട്ടില് നിനക്ക് അനിയന്മാരുണ്ടല്ലേ, അനിയത്തിമാരുണ്ടല്ലേ, അത് ചേട്ടൻ ചേച്ചിമാരുണ്ടല്ലേ, അവരുടെ മുകളിൽ ഒരു എക്സാമ്പിൾ ആയിരിക്കണം. നീ പഠിക്കുന്ന സ്കൂളില് കോളേജില് ഒരു എക്സാമ്പിൾ ആയിരിക്കണം. സ്വന്തം. ഹല്ലേലൂയ. യു ഷുഡ് ബിക്കം റോൾ മോഡൽസ്. ആമേൻ. യു ഷുഡ് ബിക്കം റോൾ മോഡൽസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ മാനേഴ്സില്, നിന്റെ ദൈവസ്നേഹത്തിൽ, വിശുദ്ധിയിലെ, വിശ്വാസത്തില് ഒരു എക്സാമ്പിൾ ആയിരിക്കണം. നിന്നെ കണ്ടിട്ട് വേണം പല വിശ്വാസത്തെ കടന്നു വരാൻ. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ജീവിതം കണ്ടിട്ട് വേണം പലരും വിശ്വാസത്തെ കടന്നു വരാൻ. ഹല്ലേലൂയ. ഇവിടെ ദൈവാത്മ പറയുന്നത് സ്വന്തം. ഹല്ലേലൂയ. ആമേൻ. ഒരു യൂത്ത് ആയിരിക്കുമ്പോൾ നമുക്ക് പാപം ചെയ്യാനുള്ള ലൈസൻസ് കിട്ടിയിട്ടില്ല. ആമേൻ. ബിക്കോസ് വി ആർ യൂത്ത്, വി കൻ ഡു സിൻ. കുറച്ച് നാളുള്ളൂ. ഈ കോളേജ് ലൈഫ് കുറച്ചു നാളേ ഉള്ളൂ. നല്ല അടിച്ചു പൊളിക്കാം, പിന്നെ നോക്കാം. പാസ്റ്റർമാർ അങ്ങനെ പറയും, പപ്പ മമ്മി അങ്ങനെ പറയും. പ്രൈസ് ഗോഡ്. ഇങ്ങനെ ലോകത്തിലെ ആൾക്കാർ മക്കൾ അങ്ങനെ സംസാരിക്കുമ്പോൾ സ്വന്തം. ഹല്ലേലൂയ. ഒരു ദൈവത്തെ മക്കൾ അങ്ങനെ ചിന്തിക്കാതെ, അത് പപ്പ മമ്മിയുടെ ആലോചന അല്ല, അത് പാസ്റ്ററിന്റെ ആലോചന, അത് ദൈവത്തിന്റെ ആലോചനയാണ്. ആമേൻ. നിങ്ങൾ ദൈവത്തെ വചനം കേൾക്കുമ്പോൾ ആമേൻ, ആ പാസ്റ്ററെ വായി കിട്ടിയ വചനമല്ല, സ്വർഗത്തിന്റെ ദൈവത്തിന്റെ വായിൽ കിട്ടിയ വചനം പറഞ്ഞ ഒരു ദൈവമക്കൾ ആ വചനങ്ങൾ കേൾക്കണം. You should receive the word of God not from man or from pastor or your parents, but from the word of God. Hallelujah. ദൈവം അവന്റെ ദാസന്മാർ മുഖാന്തരം അവനോട് സംസാരിക്കുമ്പോൾ സ്വത്രം അത് എനിക്കുള്ള ദൂതാണ്. നിന്റെ തലത്തൊട്ടിലെ ദൂത് പറയേണ്ട ആവശ്യമില്ല. സഭയിലെ ഒരു വചനം കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് എനിക്കുള്ള ദൂത. സ്വത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവത്തെ നമ്മളെ കുറിച്ച് ഒരു ഉദ്ദേശങ്ങളുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, എനിക്ക് 2 ആൺമക്കളാ. എന്റെ മൂത്ത മോന് ആമേൻ ഹല്ലേലൂയ, അവന് ഇപ്പൊ 3rd ഇയർ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആമേൻ. ആമേൻ. പ്രൈസ്. എനിക്ക് എന്റെ മക്കളെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ട്. പ്രൈസ് ഗോഡ്. അവരെ ആ രീതിക്കാണ് നടത്തുന്നത്. സ്വന്തം. ഹല്ലേലൂയ. എല്ലാ പേരൻസിനും അങ്ങനെ തന്നെ അവരുടെ മക്കളെ കുറിച്ച് കാഴ്ചപ്പാടുണ്ട്. പക്ഷെ അതൊക്കെ മേലെ ദൈവത്തിന്റെ ഒരു പ്ലാൻ, ദൈവത്തിന്റെ പ്ലാൻ അതൊക്കെ വലുത്. സ്വന്തം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ പ്ലാൻ മുമ്പിൽ ദൈവമക്കൾ വിട്ടുകൊടുക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ പ്ലാന് മുമ്പിൽ ദൈവമക്കൾ വിട്ടുകൊടുക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളോട് വചനം സംസാരിക്കുമ്പോൾ ദൈവം ശക്തമായി പറയുന്ന സ്വന്തം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. സ്വത്രം. നിങ്ങൾ ഈ ഒരു സ്റ്റേജാ, ഈ ഒരു സ്വത്രം നിങ്ങൾ വളർന്ന സ്റ്റേജ്. ഇത് സ്റ്റേജ് ടു ഗ്രോ. ഹല്ലേലൂയ. അല്ലെ, കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും സ്വന്തം. ഹല്ലേലൂയ. ആ പഴയ ജീവിതത്തിൽ ഒരു സന്തോഷമില്ല. ആമേൻ. ഈ ലോകപ്രകാരം ജീവിതത്തിൽ ഒരു സന്തോഷമില്ല. ദൈവമക്കളെ, പ്രൈസ് ഗോഡ്. കുഞ്ഞുങ്ങളെ, ഈ ലോകപ്രകാരം ജീവിക്കുമ്പോൾ ഇപ്പം ഒരു ഫൺ ആയിരിക്കും, ഇപ്പം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സ്വന്തം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പക്ഷെ നീ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ടോട്ടൽ വേസ്റ്റ് ഓഫ് ടൈം ആയിരുന്നു. It was total waste of time. Hallelujah. Praise God. ഞാൻ പ്രൊഫഷണൽ കോളേജ് പഠിച്ചിട്ടുള്ള വ്യക്തിയാ. സ്വന്തം. ഹല്ലേലൂയ. ഞാൻ തുടക്കത്തിൽ അങ്ങനെ ചിന്തിച്ച ഒരാളാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ നല്ലൊരു സമയം ഞാൻ വേസ്റ്റ് കളഞ്ഞു. പ്രൈസ് ഗോഡ്. ഇനി തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, ഞാൻ അന്ന് ദൈവത്തോട് നടത്തായിരുന്നത് കുറച്ച് ഫ്രണ്ട്സ് കൂടി എനിക്ക് നേരമായിരുന്നു. പ്രൈസ് ഗോഡ്. പക്ഷെ അത് നടന്നില്ല. ഇന്ന് ദൈവമക്കൾ പറയാ, ആമേൻ, it's never too late. It's never too late. Hallelujah. അത് ലേറ്റ് ആയിട്ടില്ല. ഇന്നും നമ്മുടെ ഒരു തീരുമാനം എടുത്ത ഹല്ലേലൂയ, നമ്മുടെ ജീവിതം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് മറ്റൊരു മുമ്പിൽ ഒരു സാക്ഷിയായി മാറും, ഒരു അനുഗ്രഹമായി മാറും. പ്രൈസ് ഗോഡ്. ഇത് ദൈവാത്മാ ദൈവമക്കളോട് സംസാരിക്കുന്ന. ഹല്ലേലൂയ.
Praise God. ഒരു വാക്കുകൂടി വായിക്കാം. 2 തിമോത്തി 2-ാം അധ്യായം 22-ാം വാക്യം. 2 Timothy chapter 2 verse 22. യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കാം. നോക്ക, യൂത്തിലെ ഈ യൗവനങ്ങൾ ആ ഏജിലെ ഒരുപാട് മുഖങ്ങളുണ്ട്. അത് നിന്റെ മുമ്പിൽ വരുമ്പോൾ വിട്ട് ഓടാൻ പറയുന്നത്. Run away from the youthful youth. Hallelujah. Praise God. Run away. Hallelujah. From the youthful lust. Praise God. Hallelujah. Amen. ഈ നിന്റെ മുമ്പിൽ പാപം ചെയ്യുന്ന സിറ്റുവേഷൻ വരുമ്പോൾ ജോസഫ് ചെയ്തൊരു കാര്യം, ഹല്ലേലൂയ, അത് കണ്ടപ്പം അവനെ വിട്ട് ഓടി. Praise God. ആ ഓടിയോണ്ട് ആ മകൻ ചില കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഒരു പാപം ചെയ്യാത്ത യോസഫ് ചില കഷ്ടങ്ങൾ കടന്നുപോയി. ഒരു പാപം ചെയ്തിട്ടില്ല, ഒരു ദോഷം ചെയ്യാത്ത യോസഫ് ആണെങ്കിലും ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവം വിശ്വസ്തന. തക്ക സമയത്ത് ദൈവം ആ ഭക്തനെ ഉയർത്തി. ഹല്ലേലൂയ. ഇന്നൊരു ദൈവസന്നിധി വിശ്വസന നിൽക്കുമ്പോൾ നിന്റെ ഫ്യൂച്ചർ വളരെ സെക്യൂർ ആണ്. Hallelujah. If you're faithful to God today, your future will be extremely secure. Hallelujah. നിനക്ക് ഒന്നും ഭാരപ്പെടേണ്ട, ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. Praise God. തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തും. Praise God. അതിനൊരു സംശയമില്ല. Hallelujah. Praise God. ഈ ലോകത്തിൽ നീ അടങ്ങുമ്പോൾ നമുക്ക് വായിക്കാം. Praise God. Hallelujah. 1 യോഹന്നാൻ 2-ാം അധ്യായം 15 മുതൽ 17. 1 യോഹന്നാൻ 2:15 മുതൽ 17. ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ള എല്ലാം പിതാവിൽ നിന്നുള്ള ലോകത്തിൽ നിന്നത്രയാവുന്നു. ലോകം അതിന്റെ മോഹം ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവരോ എന്നേക്കും ഇരിക്കുന്നു. Hallelujah. Praise God. ഈ വചനം വളരെ പവർഫുൾ ആണ്. ഇംഗ്ലീഷ് പറയുന്നത് the love of the world will take away the love of Father from us. Hallelujah. Praise God. Amen. ഈ ജഡമോഹങ്ങളുണ്ട്. സ്വത്രം. Hallelujah. Amen. കൺമോഹങ്ങൾ. സ്വത്രം. Hallelujah. ജീവിത അതെല്ലാം praise God. ദൈവമക്കൾക്ക് praise God. Hallelujah. അവരുടെ ആത്മജീവിതത്തിൽ അത് തടസ്സങ്ങളാണ്. Hallelujah. I mean, all these things are hindrance in your spiritual life. Praise God. Hallelujah. ഈ ലോകത്ത് നീ ഇറങ്ങുമ്പോൾ തന്നെ, ഈ ലോകത്ത് നീ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ സ്വന്തം hallelujah, നീക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എന്തറിയോ? ദൈവത്തിന്റെ സ്നേഹം. Hallelujah. ദൈവത്തേക്കാൾ കൂടുതൽ നീ ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, praise God, ഞാൻ പറയാൻ പോണത് ഈ ലോകത്തെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ട്രാക്ക് എങ്ങോട്ട് മാറുന്നത്. Hallelujah. Praise God. Hallelujah. ഞാൻ പറഞ്ഞില്ലേ, ആമേൻ, ഈ പാപത്തെ വീണ് ലോകത്തെ സ്നേഹിച്ചത്, ഹല്ലേലൂയ, നമ്മുടെ ട്രാക്ക് ടോട്ടലി മാറിപ്പോകും. Praise God. Hallelujah. Amen. Praise God. അപ്പൊ ഇന്ന് ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത്, നീ ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, ആമേൻ, ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിനക്ക് നഷ്ടപ്പെടുന്നത് ദൈവസ്നേഹമാണ്. Hallelujah. Amen. നിനക്ക് നഷ്ടപ്പെടുന്നത് വചനത്തിന്റെ സന്തോഷമാണ്. Amen. Hallelujah. Praise God. Hallelujah. നിനക്ക് നഷ്ടപ്പെടുന്നത് പരിശുദ്ധാത്മ നിയന്ത്രണമാണ്. സ്വന്തം hallelujah. ഇത് നീ ടോട്ടലി ഔട്ട് ഓഫ് കൺട്രോൾ ആയി മാറും. Praise God. Hallelujah. Totally out of control ആയി മാറും. Praise God. കാരണം ലോകത്തെ നീ സ്നേഹിക്കാൻ തുടങ്ങി. ആമേൻ. ഇന്ന് ദൈവമക്കൾ പറയുന്ന praise God, ഈ ലോകത്തിലോട്ട് വലിക്കുന്ന നമ്മുടെ ആരാ? Who is pulling it towards the world? Hallelujah. Of course, അതിന്റെ പുറകിൽ പിശാചിന്റെ ഒരു പ്ലാൻ ആണ്, അതിന് സംശയമില്ല. Hallelujah. ആണെങ്കിലും പിശാച് ഒരു പ്ലാൻ ആണെങ്കിലും സ്വത്രം, പിശാച് എപ്പം നിന്നെ തകർക്കും. നീ നിന്നെ തന്നെ പിശാചിന് വിട്ടു കൊടുക്കുമ്പോൾ പിശാചിനെ തകർക്കുന്നത്. Hallelujah. പരിശുദ്ധാത്മാ നിയന്ത്രിക്കുന്ന വ്യക്തിയെ ആമേൻ പിശാചിക്ക് തൊടാൻ പറ്റത്തില്ല. Praise God. പരിശുദ്ധാത്മ ഗൈഡുന്ന വ്യക്തിയെ ആമേൻ പിശാച് എന്ത് ട്രൈ ചെയ്താലും സ്വത്രം, hallelujah, ആമേൻ, ആ പിശാച് ഒരിക്കലും ജയിക്കത്തില്ല. Praise God. Hallelujah. Praise God. പക്ഷേ ആമേൻ, ഈ ലോകപ്രകാരം ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈ ലോകത്തിൽ നമുക്ക് ഒരു യൂത്തിന് ഏറ്റവും വലിയ വീക്ക്നെസ് അവരുടെ ഫ്രണ്ട്സാ. Hallelujah. ഞാൻ ടച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്തോത്രം. കാരണം ആമേൻ, ഞാൻ കണ്ട ഒരു കാര്യങ്ങൾ സ്തോത്രം, hallelujah, ഈ യൂത്ത്സിനെ നമ്മുടെ ഒരു കാര്യം പറയുമ്പോൾ അവർ നന്നായി മനസ്സിലാക്കും. പക്ഷേ praise the Lord, hallelujah, അവർ തിരിച്ചു പോകുന്നത് ആ ഫ്രണ്ട് സർക്കിളിനകത്താണ്. Praise God. Hallelujah. അപ്പം വീണ്ടും പഴയ കാര്യങ്ങൾ, പഴയ സ്വഭാവങ്ങൾ, പഴയ സംസാരങ്ങൾ, പഴയ രീതികൾ praise God ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുന്ന സ്വത്രം. Hallelujah. ആമേൻ. സ്വത്രം. ഞാൻ പറയാൻ വന്നത് ആമേൻ, ദൈവഹിതം ഇല്ലാത്ത കൂട്ടുകെട്ട്, ആമേൻ, ആത്മീയ കൂട്ടുകെട്ട് അല്ലാത്ത കൂട്ടുകെട്ട് ഒരു ദൈവമക്കളെ നശിപ്പിച്ച് കളയും.
Amen. Any relationship outside God will destroy you completely. നമ്മുടെ പഠിക്കുമ്പോൾ നമ്മുടെ കൊളീഗ്സ് ക്ലാസ്മേറ്റ്സ് ഉണ്ട്, നമ്മുടെ ഹല്ലേലൂയ പ്രൈസ് ഗോഡ്, നമ്മുടെ ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു കൊളീഗ്സ് ഉണ്ട്, സ്വത്രം അതെല്ലാം വേണം. പ്രൈസ് ഗോഡ് ആണില്ല. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ചില ഫ്രണ്ട്സ് ആയിട്ട് നീ കടന്നു വരുമ്പോൾ അത് നിന്നെ ദൈവമായിട്ട് നിന്നെ അകറ്റുന്നത്. ഇറ്റ് വിൽ ടേക്ക് യു അവേ ഫ്രം ഗോഡ് ആൻഡ് ഡെസ്ട്രോയ് യു കംപ്ലീറ്റ്ലി. പ്രൈസ് ഗോഡ് നിന്നെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളയും. പ്രൈസ് ഗോഡ് ഇന്ന് ദൈവമക്കൾ നന്നായി മനസ്സിലാക്കണം. അൺബിലീവേഴ്സിനെ കൂടെ അവിശ്വാസികളായിട്ട് നീ കൂടുമ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആമേൻ. എനിക്ക് നന്നായി അറിയാം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ചർച്ചിൽ മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ എവിടെ ഒരു പാർട്ടി ഉണ്ടാവും, എവിടെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടാകും. ഹല്ലേലൂയ. ചില ഫ്രണ്ട്സ് കൂടെ മൂവിക്ക് പോകും. ഇപ്പൊ ലോക്ക്ഡൌൺ ആയപ്പോൾ പറയേ വേണ്ട. ഹല്ലേലൂയ ആമേൻ. ടിവിയുടെ മുമ്പിലായിരിക്കും നമ്മുടെ നോട്ടം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പ്രൈസ് ഗോഡ് അങ്ങനെ ഒരു കാലഘട്ടത്തെ നമ്മൾ ടെംപ്റ്റ് ചെയ്യാൻ, നമ്മുടെ വഴി തെറ്റിക്കാൻ ഹല്ലേലൂയ പിശാച് നോക്കുമ്പോൾ ദൈവമക്കളുടെ ദൈവാത്മ സംസാരിക്കുന്ന സ്തോത്രം, നിന്റെ കൂട്ടുകാരന്മാരെ നീ തെരഞ്ഞെടുക്കുമ്പോൾ മനസ്സിലാക്കി തെരഞ്ഞെടുക്കണം. Hallelujah. When you select your friendship, hallelujah. Amen. Praise God. Amen. നമ്മുടെ സേലത്ത് amen ഇവിടെ അനേക ചെറുപ്പക്കാർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ആഫ്രിക്ക മുതൽ ഓസ്ട്രേലിയ മുതൽ ലോകത്തിലെ എല്ലാ സ്ഥലത്തും അവർ ഉണ്ട്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പ്രൈസ് ഗോഡ് ചിലര് amen വളരെ ആദ്യം മുതൽ ഗ്ലാഡ്സൺ പോലത്തെ വ്യക്തികൾ ആദ്യം മുതൽ വളരെ കെയർഫുൾ ആയിരുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. amen. പ്രൈസ് ഗോഡ് അവന്റെ റിലേഷൻസ് പറയുമ്പോൾ amen കോളേജും ദൈവവും ചർച്ചും ഹല്ലേലൂയ. അതിനിടയ്ക്ക് വേറെ ഒന്നും ഇല്ല. ആമേൻ സ്വന്തം ഹല്ലേലൂയ. ആണെങ്കിലും ഇതുപോലെ ഒത്തിരി പേരുണ്ടായിരുന്നു. ചിലർ ആണെങ്കിലും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആമേൻ ചർച്ചിൽ വരും സൺഡേ. ആമേൻ ഹല്ലേലൂയ. ചില വ്യക്തികൾ സൺഡേ ബിലീവേഴ്സ് ആണ്. ചില വ്യക്തികൾ ഞങ്ങൾ സൗദി ഞാൻ പറയുന്ന ഫ്രൈഡേ ബിലീവേഴ്സ്. സൺഡേ മാത്രം വിശ്വാസം, സൺഡേ മാത്രം ബൈബിൾ പൊക്കിക്കൊണ്ട് ചർച്ച് മീറ്റിംഗിൽ വരും. എന്താ പാസ്റ്റർ വഴക്ക് പറയും, പപ്പ മമ്മി പുഷ് ചെയ്യുന്നതുകൊണ്ട് ഓടി വരുന്നു. അങ്ങനെ ആയിരിക്കും പാടില്ല. യൂത്തുകൾ സ്വന്തം ഹല്ലേലൂയ. നിനക്ക് ദൈവം 24/7 ഹല്ലേലൂയ പ്രൈസ് ഗോഡ് നീ ദൈവത്തെ പൈതലായി നീ ജീവിക്കണം. പ്രൈസ് ഗോഡ്. ചർച്ചിന്റെ എല്ലാ മീറ്റിംഗ്സിന് വളരെ ആക്റ്റീവ് ആയിരിക്കണം. ഹല്ലേലൂയ. ഞാൻ ഈ സേലം സഭ നടത്തി അറിയാം കുറെ അപ്പച്ചന്മാർ കൊണ്ടും അല്ല. എന്റെ ചർച്ചില് അന്നും ഇന്നും ഏറ്റവും ആക്റ്റീവായി നിന്നത് ചില യൂത്തുകളാണ്. പ്രൈസ് ഗോഡ്. 17 വയസ്സാകുമ്പോൾ തന്നെ കയറി പിടിക്കും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പിന്നെ ഹല്ലേലൂയ. പിന്നെ ആമേൻ അതിലെ പലരെ ദൈവം വിളിച്ചു, ചിലര് അതിൽ ദൈവം തെരഞ്ഞെടുത്തു. സ്വന്തം ഹല്ലേലൂയ. അത് ദൈവം ചില തെരഞ്ഞെടുത്ത് അവരെ ട്രെയിനിങ് കൊടുത്ത് ആമേൻ ഹല്ലേലൂയ സ്വത്രം ദൈവത്തിന് വേണ്ടി അവരെ ഉപയോഗിക്കും. ഞാൻ പറയാൻ വന്നത് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഈ ചർച്ച് വളർന്നത് ബിക്കോസ് ഓഫ് യൂത്ത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഞാൻ തിരിച്ചു വന്നത് എന്റെ അകത്തൊരു ഭാരമായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ തേടി ആരും വന്നില്ല. ഹല്ലേലൂയ. ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയപ്പം എന്നെ ആരും സ്നേഹിച്ചില്ല, എന്നെ തേടി ആരും വന്നില്ല. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആമേൻ സ്വത്രം. ഞാൻ ഒരു ചർച്ച് പോയപ്പം സ്വത്രം ഹല്ലേലൂയ ആ ചർച്ചിലോ പാസ്റ്റർ ആയാലും ദൈവമക്കൾ ആരും എന്നെ മൈൻഡ് ചെയ്തില്ല. അന്ന് എനിക്ക് 17 വയസ്സ് മാത്രമുള്ളായിരുന്നു. ഞാൻ 3 സൺഡേ ആ ചർച്ചിൽ പോയി. 3 സൺഡേ എന്നെ ആരും മൈൻഡ് ചെയ്തില്ല. അതിൽ ഒരു സൺഡേ ഞാൻ സാക്ഷി പറഞ്ഞു, 26 പങ്കെടുത്തു. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. ആരും എന്നെ മൈൻഡ് ചെയ്തില്ല. 4 സൺഡേ ഞാൻ ചർച്ച് പോക്ക് നിർത്തി. ഹല്ലേലൂയ. പിന്നെ ഒരിക്കലും ഞാൻ ചർച്ച പോയിട്ടില്ല. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. എന്റെ ജീവിത അനുഭവം അതുകൊണ്ട് എന്റെ അകത്തൊരു ഭാരമാ. സ്വത്രം യൂത്തുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ സ്നേഹിക്കാൻ ആരില്ല. അമേൻ. നിങ്ങൾക്ക് ഭാഗ്യമാ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പാസ്റ്റർ അമേൻ അങ്ങനെയുള്ള സഹോദരന്മാർ നിങ്ങളുടെ മൂപ്പർമാർ ഇത്ര മീറ്റിംഗുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ദൈവമക്കളെ, ഇത് നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആണ്. നിങ്ങൾ ജീവിതത്തെ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഒരു ലോക്ക്ഡൌൺ ആയാലോ എന്താ പ്രൈസ് ഗോഡ്. ഒരു ദൈവമക്കൾക്ക് ലോക്ക്ഡൌൺ ഒരു വിഷയമില്ല. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നമുക്ക് ഏത് മീഡിയത്തോടെ ഹല്ലേലൂയ ദൈവമക്കൾ കൂടും. സ്വന്തം ഹല്ലേലൂയ. അതാ വ്യത്യാസം ദൈവത്തെ മക്കൾ ലോകത്തെ മക്കൾ തമ്മിൽ. ഹല്ലേലൂയ. There is a difference between the God's children and worldly children. ഹല്ലേലൂയ. നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ then we get the opportunity, we'll gather together. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. അപ്പൊ ഞാൻ പറയാനുള്ളത് നമ്മുടെ ലോകത്തിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒത്തിരി നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കൂടിയ. പ്രൈസ് ഗോഡ്. ഞാൻ പെട്ടെന്ന് പോന്നു മെസ്സേജ് എൻഡിലോട്ട്. സ്വന്തം ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ഫ്രണ്ട്ഷിപ്പ് കൂടിയ പ്രൈസ് ഗോഡ് നിന്റെ സ്വഭാവങ്ങൾ നഷ്ടപ്പെടും. നമുക്ക് ഒരു ഭാഗം എടുക്കാം. പ്രൈസ് ഗോഡ് 2 കൊരിന്ത്യൻ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് അതിന്റെ 15-ാം അധ്യായം പ്രൈസ് ഗോഡ് അതിന്റെ 33-34. 1 കൊരിന്ത്യർ 15-34.
ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മനുഷ്യം എന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? വഞ്ചിക്കപ്പെടരുത്, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. ഇംഗ്ലീഷ് പറയുന്ന ബാഡ് കമ്പനി കറപ്റ്റ്സ് ഗുഡ് ക്യാരക്ടർ. ബാഡ് കമ്പനി കറപ്റ്റ്സ് ഗുഡ് ക്യാരക്ടർ. നിന്റെ കമ്പനി മോശമായ, പ്രൈസ് ഗോഡ്, നിനക്ക് നല്ല സ്വഭാവങ്ങൾ ഉണ്ടേലും ഹല്ലേലൂയ അതെല്ലാം നശിച്ചു പോകും. പ്രൈസ് ഗോഡ്. ഇന്നലെ നമുക്ക് ദൈവാത്മ സംസാരിക്കുന്ന പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നിന്റെ കൂട്ടുകെട്ട്, നിന്റെ കമ്പനി, നിന്റെ ഫ്രണ്ട്ഷിപ്പ്, ആമേൻ, ഒരു യൂത്തിനെ നടത്തുന്നത് സ്വന്തം ഹല്ലേലൂയ. നമ്മുടെ റോങ് ഫ്രണ്ട്ഷിപ്പില്ലേ നമ്മുടെ വീണ് പോയ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അപ്പൊ നമ്മെ നല്ലതാണ് പഠിപ്പിച്ച് വിട്ടിരിക്കുന്ന സ്വത്രം. പക്ഷേ പലപ്പോഴും നമ്മുടെ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു കമ്പനി, ആ കമ്പനിനകത്ത് ഡ്രിങ്കിങ്സ് ആയിരിക്കും. ഞാൻ നിങ്ങൾ അങ്ങനെ ആണ് ഞാൻ പറയുന്നില്ല, ഞാൻ ജനറൽ ആയിട്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ദൈവത്തെ മക്കൾ വളരെ സൂക്ഷിക്കേണ്ട സ്തോത്രം. കാരണം എനിക്കറിയാം നന്നായി ജീവിക്കുന്നവർ നശിച്ചു പോയിട്ടുണ്ട്, നല്ല സാക്ഷിയോട് ജീവിക്കുന്നവർ നശിച്ചു പോയിട്ടുണ്ട്. അതിന്റെ ഒരു കാരണമായിരുന്നു അവരുടെ കൂട്ടുകെട്ട്, അവരുടെ ഫ്രണ്ട്ഷിപ്പ്. ഹല്ലേലൂയ ആമേൻ. അപ്പൊ ബാഡ് കമ്പനി വിൽ കറപ്റ്റ് ദ ഗുഡ് ക്യാരക്ടർ ഇൻസൈഡ് യു. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കും, നീ ഉപവസിക്കുന്ന വ്യക്തികളായിരിക്കും സ്വന്തം. ഹല്ലേലൂയ. നീ ചർച്ചിൽ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പക്ഷേ നിന്റെ കമ്പനി മാറിയ നീ ലോകത്തിന്റെ മക്കളോട് കൂടിയ സ്വത്രം, ഈ നല്ല സ്വഭാവങ്ങൾ എല്ലാം നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഈ എല്ലാ നല്ല സ്വഭാവങ്ങൾ നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്ന അതിന് കാരണം എന്താ പറയാ, നിന്റെ മൈൻഡ് മാറിപ്പോയി, നിന്റെ വിഷൻ മാറിപ്പോയി, നിന്റെ ട്രാക്ക് മാറിപ്പോയി. ഇപ്പൊ നിന്റെ അകത്ത് ദൈവിക ചിന്ത അല്ല, നിന്റെ അകത്ത് ലോകപ്രകാരമുള്ള ചിന്ത. നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ദൈവമല്ല, നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ലോകമാണ്. പ്രൈസ് ഗോഡ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാശങ്ങളുടെ കാരണമാ ആരാ നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഹല്ലേലൂയ. whom are you looking to? whom are you listening to? നീ ആര് പറയുന്ന നീ കേൾക്കുന്നത്? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നീ ആരെ കണ്ട് നീ ജീവിക്കുന്ന സ്വന്തം. ഹല്ലേലൂയ. ഇന്ന് ദൈവമക്കൾ നിങ്ങൾ തന്നെ സ്വന്തം ചെയ്തൊന്ന് നോക്കണം. Examine yourself and check where you are. Hallelujah. നമുക്ക് പണം വരുമ്പോൾ, നന്മകൾ വരുമ്പോൾ ലോകത്തെ പലർ ദൈവത്തെ മറക്കാറുണ്ട്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആമേൻ. ഞാൻ സൗദി അറേബ്യയിലെ ആമേൻ ജോലി വിടാൻ നേരത്തെ എന്നോട് എന്റെ വിശ്വാസികൾ, സൗദി ചർച്ചിൽ വിശ്വാസികൾ പറഞ്ഞ, പാസ്റ്റർ എന്തിനാ പോകുന്നത്, എത്ര നല്ല ജോലി, ഇത് പലരുടെ സ്വപ്നമില്ലേ? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. എന്തിനാ പോകുന്നത്? പക്ഷെ ഞാൻ പറഞ്ഞു, എന്റെ ദൈവം എന്നെ വിളിച്ചതാ, എന്റെ പണമല്ല എനിക്ക് വലുത്, എന്റെ ദൈവമായി എനിക്ക് വലുത്. ഇനി ഞാൻ പറയാൻ ഒരു കാര്യം, ഹല്ലേലൂയ, ദൈവമക്കളെ, പണത്തെ പോലെ പോയി ദൈവത്തെ മറന്നുകളയല്ലേ. Don't go after money and forget your God. Hallelujah. Don't go after your friends and forget your God. നിന്റെ കൂട്ടുകാർ, നിന്റെ കമ്പനിയെ പോലെ പോകാതെ ദൈവത്തെ മറന്നു കളയല്ലേ. പണത്തെ പോലെ പോയി ദൈവത്തെ മറന്നു കളയല്ലേ. സ്വത്രം. ഇതെല്ലാം നിന്നെ വഴി തെറ്റിക്കുന്നത്, ട്രാക്ക് മാറ്റി കളയുന്നത്, ഇത് പിശാചിന്റെ ചില ട്രിക്കുകളാണ്. ദൈവമക്കൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. സ്വത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നമുക്ക് ലോകത്തിന്റെ മക്കളായിട്ട് ഒരു ചേർച്ചയില്ല. Amen. We have no. Hallelujah. Praise God. Amen. ആ ഭാഗം ഒന്ന് വായിച്ചു വിടാം മലയാളത്തിൽ. 2 കൊരിന്ത്യൻ 6:14-17. 2 കൊരിന്ത്യൻ 6:14-17. യേശുവോട് പറ്റിച്ചേരുന്നതിന് അവളുമായി ഏക ശരീരമാകുന്നു, ഇരുവരും ഒരു ദേഹമായി തീരുമെന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവരോ അവനുമായി ഏക ആത്മാവാകുന്നു. ദുർനടപ്പ് വിട്ടോളൂ. ഓക്കെ. ഇവിടെ ഞാൻ ആദ്യത്തെ പോയിന്റ് മാത്രം ടച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസികൾ തമ്മിൽ എന്താ ചേർച്ച? Amen. Hallelujah. Praise God. What is the relationship between the believers and the unbelievers? Praise God. Hallelujah. അവർക്ക് ആകാതെ അവരെ വിശ്വാസം കൊണ്ടുവരാൻ ദൈവത്തെ ശ്രമിക്കണം. അതുകൊണ്ട് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ സ്വന്തം. ഹല്ലേലൂയ. നമ്മുടെ നിൽക്കുന്ന സ്ഥലത്തിൽ ഒരു ദൈവത്തെ മക്കൾ വിശ്വസ്തമായി ജീവിക്കണം. You should be faithful to God wherever the Lord has placed you. Hallelujah. Amen. നീ മുഖാന്തരം ഒരു തലമുറ ദൈവത്തിന് എഴുന്നേക്കണം. നീ മുഖാന്തരം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഒരു തലമുറ ദൈവത്തിന് എഴുന്നേക്കണം. ഞാൻ എന്റെ ഭാര്യ ഞങ്ങൾ സേവത്തിൽ വരുമ്പോൾ എനിക്ക് 26 വയസ്സുള്ളായിരുന്നു. എന്റെ ഭാര്യയ്ക്ക് 24 വയസ്സുള്ളായിരുന്നു. ആ പ്രായത്തില് ഞങ്ങൾ ഈ ദേശത്ത് വന്നത്. സ്വത്രം. ഹല്ലേലൂയ. അന്ന് വലിയ അനുഭവം ഇല്ല, വലിയ എക്സ്പീരിയൻസ് ഇല്ല. സ്വത്രം. പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ ഒരു കഴിവില്ലാത്ത എന്നെ ദൈവം ശക്തമായ ദൈവത്തിലേക്ക് ഉപയോഗിച്ചത്. പ്രൈസ് ഗോഡ്. ഞാൻ ഒരു പാസ്റ്ററുടെ മകനൊന്നും അല്ല, അങ്ങനെയുള്ള പ്രിവിലേജ് എനിക്ക് കിട്ടിയില്ല. പ്രൈസ് ഗോഡ്. ആണെങ്കിലും അന്ന് മുതൽ ഇന്ന് വരെ ദൈവം എന്നെ നടത്തി, പലത് ദൈവം എന്നെ പഠിപ്പിച്ചു. പ്രൈസ് ഗോഡ്. ഞാൻ പറയുന്ന ദൈവമക്കളുടെ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് വിശ്വാസികൾ തമ്മിൽ ഒരു ചേർച്ചയില്ല.
പ്രൈസ് ഗോഡ്. ഒരിക്കലും നിങ്ങൾ ജീവിതം അവരുടെ കാര്യത്തിൽ ഹല്ലേലൂയ ഇട്ട് നശിപ്പിച്ച് കളയല്ലേ. ദൈവാത്മ പറയുന്ന ഒരു കാര്യമാണ്. പ്രൈസ് ഗോഡ്. ഞാൻ അവസാന പോയിന്റിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. എന്നും ദൈവമായിട്ട് കൂട്ടായ്മ ആചരിക്കണം. എന്നും ദൈവമക്കളെ കൂടെ ഒരു കൂട്ടായ്മ ആചരിക്കണം. അങ്ങനെ ഒരു ഹൃദയം ദൈവമക്കൾക്ക് ഉണ്ടാകട്ടെ. അവസാന കാലങ്ങൾ വരുമ്പോൾ പലർക്ക് ഈ ചിന്ത നഷ്ടപ്പെടും. ഓ, ആരാധന വേണ്ട, ഓ പ്രാർത്ഥന, ഓ ആരെപ്പോഴെവിടെ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്, എന്തിനെപ്പോഴും മീറ്റിംഗ്, സ്വത്രം, വേറെ ജോലിയില്ല. പലരും അങ്ങനെ ചിന്തിക്കും. സ്വത്രം ഹല്ലേലൂയ. നിനക്കത് ഭാരമായിരിക്കും. സ്വത്രം ഹല്ലേലൂയ. ഒരിക്കലും ഒരു ആരാധന അറ്റൻഷൻ നിന്റെ ജീവിതത്തെ ഭാരമാവാൻ പാടില്ല. അത് നിന്റെ ജീവിത അനുഗ്രഹം തന്നെ. പ്രൈസ് ഗോഡ്. ഇബ്രാഹിമിന്റെ 10 അധ്യായം അതിന് 25 വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 10 verse 25. സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. Hallelujah. Amen. ഇവിടെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ as the coming of the Lord is very near. ദൈവത്തെ വളരെ അടുത്ത് വന്നിരിക്കുന്നത് കൊണ്ട് ആമേൻ നമുക്ക് കൂടുതലായിട്ട് ആമേൻ ദൈവമക്കൾ കൂട്ടായ്മ പങ്കെടുക്കണം. യു ഷുഡ് ഹാവ് ഫെലോഷിപ്പ് വിത്ത് വൺ അനദർ. അവസാന കാലങ്ങൾ പലർക്ക് ദൈവസ്നേഹം നഷ്ടപ്പെടും. ഹല്ലേലൂയ. ആർക്ക് ദൈവത്തോട് സ്നേഹം ഉണ്ടാകത്തില്ല, ദൈവമക്കളോട് സ്നേഹം ഉണ്ടാകത്തില്ല. അത് ലാസ്റ്റ് എൻഡ് ടൈംസിന്റെ സൈനാണ്. ഹല്ലേലൂയ. ദൈവമക്കളോട് സ്നേഹമില്ല, പാസ്റ്റർമാരോട് സ്നേഹമില്ല, ആമേൻ ഹല്ലേലൂയ, ദൈവത്തോട് സ്നേഹമില്ല. അത് അവസാന കാലഘട്ടം ഒരു സിഗ്നൽ. പ്രൈസ് ഗോഡ്. ദൈവമക്കൾ അങ്ങനെ ആകലെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ദൈവം ശക്തമായി ഇന്ന് സംസാരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. നമ്മുടെ സ്നേഹത്തിൽ നിറഞ്ഞിരിക്കണം. ദൈവത്തോട് സ്നേഹം, ദൈവമക്കളോട് സ്നേഹം. സ്വന്തം ഹല്ലേലൂയ. ചാൻസ് കിട്ടുമ്പോൾ, ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ദൈവമക്കൾ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ കൂട്ടായ്മ ആചരിക്കണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ഞാൻ എന്തുകൊണ്ട് പറയുന്ന സ്വന്തം ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതത്തിൽ ആമേൻ പ്രൈസ് ഗോഡ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സഭ ഇല്ലാത്ത നേരത്തെ ഞങ്ങൾ ആ അനുഭവം അനുഭവിച്ചിട്ടുണ്ട്. സ്വന്തം ഹല്ലേലൂയ. ഞങ്ങൾക്ക് റെന്റഡ് ബിൽഡിംഗില് ഞങ്ങൾക്ക് ലിമിറ്റഡ് ടൈം ഉള്ളായിരുന്നു ആരാധിക്കാൻ. അത് കഴിഞ്ഞ് അവിടെ ആരാധിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അങ്ങനെ ആകുമ്പോൾ എന്റെ ക്ലിനിക് ആയിരുന്നു എന്റെ മിനി ചർച്ച്, എന്റെ കാറായിരുന്നു എന്റെ അനദർ ചർച്ച്. കിട്ടുന്ന ചാൻസില് ഞങ്ങൾ ഒരുമിച്ച് കൂടി ആരാധിക്കുമായിരുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പറയാവുന്ന സ്തോത്രം. അത് ദൈവം സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കൊണ്ട് സ്തോത്രം ആരാധിക്കാൻ പറ്റത്തില്ല. ഇന്ന് ദൈവമക്കളോട് ദൈവാത്മ സംസാരിച്ച ഹല്ലേലൂയ. ഈ എല്ലാ യൂത്തുകൾ ചിന്തിക്കണം. ഈ ഒരു അവസാന കാലങ്ങളാ നമുക്ക് വലിയ വലിയ സ്വപ്നങ്ങളായിരിക്കും. ഇങ്ങനെ ആയി മാറണം, ഇങ്ങനെ ആയി തീർണം. ഇതൊന്നും ഗ്യാരണ്ടി അല്ല. എന്റെ മോൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അവനോട് ചിലപ്പം പറയും, നിനക്ക് എന്താ ഉറപ്പാണ് എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്യും, ദൈവം വന്നാലോ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പഠിത്തം 2ാം സ്ഥാനം. ഹല്ലേലൂയ. ഞാൻ പറയാനുള്ള കാരണം അറിയാം. സ്തോത്രം. ദൈവമാണ് നമുക്ക് വലുത്. ഹല്ലേലൂയ. ദൈവം വലുത്. സ്തോത്രം. ഈ വരുന്ന നാളുകൾ സ്തോത്രം നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്തോത്രം ഹല്ലേലൂയ, വഴി തെറ്റിപ്പോകാതെ ദൈവത്തെ മുറുക്കെ പിടിച്ചോണം. വഴിതെറ്റിപ്പോകാതെ ദൈവത്തെ മുറുക്കെ പിടിച്ചോണം. സ്വന്തം ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. നിന്റെ കൂട്ടുകെട്ടിനെ നീ ഒന്ന് ശ്രദ്ധിക്കണം, നിന്റെ ഫ്രണ്ട്ഷിപ്പിനെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ സ്വത്രം. നീ ആരുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ആമേൻ. ഈ നാളുകൾ നമുക്കുണ്ടല്ലോ മൊബൈൽ ഫോൺ. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മൊബൈൽ ഫോൺ, ഹല്ലേലൂയ ചാറ്റിംഗ്, പല കാര്യങ്ങളുണ്ട്. സ്വന്തം ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ ദൈവമക്കൾക്ക് സമയമില്ല, ആരാധിക്കാൻ ദൈവമക്കൾക്ക് സമയമില്ല, ബൈബിൾ വായിക്കാൻ ദൈവമക്കൾക്ക് സമയമില്ല, ദൈവമായിട്ട് കൂട്ടായ്മ ആചരിക്കാൻ ദൈവമക്കൾക്ക് സമയമില്ല. People are busy. അവർ ചോദിക്കുമ്പോൾ പാസ്റ്റർ ഐ എം ബിസി. Hallelujah, praise God. Why didn't you come for meeting, Pastor? I was busy. Hallelujah. അത് ഒരിക്കലും ദൈവമക്കൾ പറയാൻ പാടില്ല. Praise God. Hallelujah. ഫസ്റ്റ് പ്രിഫറൻസ് ദൈവത്തിന് കൊടുക്കണം. ഫസ്റ്റ് പ്രിഫറൻസ് ഫെലോഷിപ്പ് കൊടുക്കണം. Praise God. Hallelujah. Amen. Amen. സ്തോത്രം. Hallelujah. അത് നിന്നെ ട്രാക്ക് മാറ്റി വിടുന്നത് അത് നീ മനസ്സിലാക്കിക്കോണം. സ്തോത്രം. പാപമോഹങ്ങൾ, ജഡമോഹങ്ങൾ, കൺമോഹങ്ങൾ നിന്റെ മുമ്പിൽ വരുമ്പോൾ അത് എന്നെ വഴിതെറ്റിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അത് മനസ്സിലാക്കി നമുക്കറിയാം സാംസൺ പോലത്തെ സിംസൺ പോലത്തെ ഒരു അഭിഷക്തൻ വീണുപോയി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദാവീദ് പോലത്തെ ഒരു അഭിഷക്തൻ വീണുപോയി. ആനile മടങ്ങി വന്നു ദാവീദ്. ഹല്ലേലൂയ. ഞാൻ പറയാൻ പലപ്പോൾ ജീവിതത്തിൽ വീഴ്ച തകർച്ച സംഭവിക്കുമ്പോൾ ദൈവാത്മാവ് ഒരു ചാൻസ് കൊടുക്കുക മടങ്ങി വരാൻ.
Amen. God is giving an opportunity to come back. ആ ദൈവസനെ മടങ്ങി വാ. ദൈവം ഇന്ന് നിനക്ക് ആലോചിച്ചില്ല. ദൈവസനെ മടങ്ങി വാ. ഇനി ഇങ്ങനെ പോയാ ഒക്കത്തില്ല. ഇത് അവസാന കാലങ്ങളാ. ദൈവം വരാൻ പോണത്. മനുവാറ്റി സഭ തയ്യാറായി നിൽക്കണം. സ്വതം ഹല്ലേലൂയ. ആമേൻ. സഭയുടെ യൂത്തുകൾ ആമേൻ നിങ്ങൾ തയ്യാറായി നിൽക്കണം. സ്വതം നിങ്ങളായിരിക്കണം ചർച്ചിനകത്ത് ഏറ്റവും ആക്റ്റീവ്. നിങ്ങളായിരിക്കണം ചർച്ചിന്റെ പില്ലറുകൾ. ഹല്ലേലൂയ. നിങ്ങളായിരിക്കണം. സ്വതം പാസ്റ്ററോട് പറയുന്ന പാസ്റ്റർ ഞങ്ങൾ കൂടെ ഉണ്ട്, ഞങ്ങൾ ചെയ്യും. സ്വതം ഹല്ലേലൂയ. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന സ്വതം. അപ്പൊ നിന്നെ തെറ്റിക്കുന്നവർ നീ മനസ്സിലാക്കിക്കണം. അവരുടെ മുമ്പിൽ സാക്ഷിയോട് ജീവിക്കണം. അവരുടെ വിശ്വാസം കൊണ്ടുവരണം. നമ്മുടെ സാക്ഷി നഷ്ടപ്പെടുത്തി കളയല്ലേ. ഹല്ലേലൂയ. നമ്മുടെ സാക്ഷി നഷ്ടപ്പെടുത്തി കളയല്ലേ. സ്വതം ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നമ്മുടെ വിശുദ്ധി, നമ്മുടെ വേർപാട് ആമേൻ അത് മനസ്സിലാക്കിക്കണം. സ്വതം അവസാനം വരെ ദൈവത്തെ കണ്ട മുമ്പിൽ വിശ്വസ്തനായി ആ വിശുദ്ധിയോടെ ദൈവമക്കൾ ജീവിക്കണം. സ്വതം ഹല്ലേലൂയ. യൂത്ത് ആയോണ്ട് യൗവനങ്ങൾ ആയോണ്ട് നമുക്ക് പാപം ചെയ്യാനുള്ള ലൈസൻസ് ഇല്ല. ഹല്ലേലൂയ. നമുക്ക് പാപം ചെയ്യാൻ ലൈസൻസ് ഇല്ല. നമ്മുടെ പാപത്തെ വേണ്ടി കാൽവരി ക്രൂശ് ദൈവം യാഗമായി തീർന്നതാ. ആമേൻ. സ്വതം. ഇന്ന് ദൈവമക്കളോട് പറയുന്നത് നീ മടങ്ങി വാ. ആമേൻ. നിന്റെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് അറിയാതെ എന്തോളം തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. സ്വതം. നമ്മുടെ ദൈവം ക്ഷമിക്കുന്ന ദൈവമാ. നമ്മുടെ ദൈവം സ്നേഹിക്കുന്ന ദൈവമാ. ഒന്ന് മടങ്ങി വാ. ആമേൻ. ഞാൻ പറയട്ടെ. സ്വതം ഹല്ലേലൂയ. ദൈവത്തിന് ചിലപ്പോൾ നിനക്ക് ദൈവത്തെ വിളിയുണ്ടാകും. നീ ദൈവത്തിലുള്ളവനായിരിക്കും. സ്വതം ഹല്ലേലൂയ. നിനക്ക് അറിയാം. നിന്നെ പല ആലോചന കേട്ടിട്ടുണ്ട്. പക്ഷേ ഇല്ല, ഞാൻ തയ്യാറല്ല. ദൈവാത്മനോട് പറയുന്നത് ദൈവത്തെ ശബ്ദത്തിൽ മുമ്പിൽ നീ നിന്നെ ഹല്ലേലൂയ സമർപ്പിക്കേ. നമുക്ക് കണ്ണുകളടയ്ക്കാം. ലെറ്റ് us close eyes. ഹല്ലേലൂയ. ആമേൻ. അല്പനേരം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് കേട്ട ഈ ദൈവത്തെ വചനം യോസഫിനെ പോലെ ആകാൻ ദൈവം നമുക്ക് ആലോചന തന്നിരിക്കുന്നു. പ്രൈസ് ഗോഡ്. 17 വയസ്സില് കണ്ട ആ സ്വപ്നം. സ്വത്രം. ഹല്ലേലൂയ. ആ സ്വപ്നം. ഹല്ലേലൂയ. സ്വപ്നം കിട്ടിയോണ്ട് അവന്റെ ആത്മീയത അവൻ നഷ്ടപ്പെടുത്തിയില്ല. അവന്റെ വിശുദ്ധി അവൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഹല്ലേലൂയ. സ്വത്രം. അവൻ അവസാനം വരെ ദൈവത്തെ മുമ്പിൽ വിശ്വസ്തനായിരുന്നു. ദൈവത്തെ കണ്ട മുമ്പിൽ വിശ്വസ്തനായിരുന്നു. ദൈവത്തിന്റെ സമയത്തെ ദൈവം അവനെ ഉയർത്തി ഈ മിസ്രൈമിന്റെ ഈജിപ്തിനെ പ്രധാനമന്ത്രിയാക്കി മാറ്റി. അത്ര വലിയ പദവി ദൈവം കൊടുത്തു. ഇന്ന് ദൈവാത്മാ നിന്നോട് പറയുന്നത് നീ ദൈവത്തെ മുമ്പിൽ വിശ്വസ്തനായി നിൽക്ക്. ഹല്ലേലൂയ. നീ നിൽക്കുന്ന സ്ഥലത്ത് ദൈവം നിന്നെ ഉയർത്തും. സംശയിക്കണ്ട. ആമേൻ. നീ ഭാരപ്പെടണ്ട. നീ ദൈവത്തെ കണ്ണ മുമ്പിൽ വിശ്വസ്തനായി നിന്നാ മതി. നീ പരിശുദ്ധത്തോടെ ജീവിച്ചാൽ മതി. ഹല്ലേലൂയ. ഇന്നൊരു തീരുമാനമെടുക്ക. ഇന്ന് മുതൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ജീവിക്കും. എന്റെ സഭയ്ക്ക് വേണ്ടി. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഏറ്റവും നല്ല പിള്ളറായി തൂണായി മാറാൻ പോണത് ഒന്ന് സമർപ്പിച്ചാട്ടെ. നമുക്കൂടെ പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഈ നല്ല സമയത്ത് നന്ദി. ഇന്ന് ഇവിടെ കടന്നു വരാൻ ഈ സൂമിലെ സ്വത്രം ഒരുമിച്ച് കൂടാൻ നീ തന്ന വലിയ ഭാഗ്യമൊത്ത് നന്ദി പറയുന്ന സ്വത്രം. ഹല്ലേലൂയ. ആമേൻ. സ്വത്രം. അസംബ്ലീസ് ഓഫ് ഗോഡ് കോണി സിറ്റി ചർച്ചിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ സഭ നീ അനുഗ്രഹിക്കണമേ. പ്രിയദാസൻ പാസ്റ്റർ ബാബു ജോർജ്. ആമേൻ. ഹല്ലേലൂയ. മകൻ ജോജി ബോബി ജോർജ്. അവർ കുടുംബം ധാരാളം അനുഗ്രഹിക്കണമേ. ഇന്ന് വരുന്ന ആളുകൾ ശക്തമായി ഉപയോഗിക്കണമേ. ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ അവരുടെ എല്ലാ വിശ്വാസികളെ അനുഗ്രഹിക്കണമേ. എല്ലാ ലീഡേഴ്സിനെ ആ സഭയ്ക്ക് വേണ്ടി ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പല പൊസിഷനകത്ത് ഏറ്റെടുത്തിരിക്കുന്ന ആമേൻ റെസ്പോൺസിബിൾ പീപ്പിളെ ദൈവം നീ ബലപ്പെടുത്തണമേ. ഇനി ശക്തമായി ഉപയോഗിക്കണമേ. പ്രിയ ബ്രദർ ഗ്ലാഡ്സൺ കുടുംബത്തിനെ പ്രാർത്ഥിക്കുന്നു. ആ ബ്രദർ മുഖാന്തരം ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഈ മീറ്റിംഗ് കടന്നു വരാൻ ദൈവം എനിക്ക് കൃപ തന്നോർത്ത് നന്ദി പിതാവേ. ഇന്ന് ഈ മെസ്സേജ് കേട്ട എല്ലാ യൂത്തിനെ നീ അനുഗ്രഹിക്കണമേ. അല്ലെ ഈ മെസ്സേജ് കേട്ട ശേഷം അവർ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോണ. ഹല്ലേലൂയ. എല്ലാ every strongholds of Satan I break it this night in the name of Jesus. Hallelujah. Let the people be released this night in the name of Jesus. Hallelujah. ജനങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഇനി ചർച്ചിനകത്ത് വലിയൊരു വ്യത്യാസം, വലിയ അത്ഭുതങ്ങളുടെ ആളുകൾ നടക്കട്ടെ. ഈ വരുന്ന ആളുകൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ മേലെ ദൈവത്തെ പ്രവൃത്തി നടക്കട്ടെ. ഹല്ലേലൂയ. 2020 ആമേൻ. ഹല്ലേലൂയ. ലോക്ക്ഡൌൺ കാരണം സഭകൾ പൂട്ടിയാലും സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ പ്രവൃത്തി നിന്ന് പോയിട്ടില്ല. കഥയിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാ. അവർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങൾ അവർ കണ്ട് സന്തോഷിക്കാൻ അവർക്ക് കൃപനെ കൊടുക്കണമേ. ഒരു പ്രാവശ്യം കൂടി താഴ്മയോട് സമർപ്പിക്കണോ, എന്നെ സമർപ്പിക്കണോ. പ്രാർത്ഥന കേട്ടിരിക്കുന്ന നന്ദി യേശുനാം തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കർത്താവിന്റെ വലിയൊരു ദാസനിൽ കൂടി നമ്മളെ കേൾപ്പിച്ച ദൈവത്തിന്റെ വചനത്തിനായി നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ സ്തോത്രം പറഞ്ഞ് സ്തുതിക്കാം.
നമുക്ക് എല്ലാവർക്കും കർത്താവിനെ സ്തുതിച്ചാട്ടെ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. വേറെ 17 വയസ്സിൽ ദൈവശബ്ദം കേട്ട് ദൈവത്തിന്റെ ദർശനം കണ്ട് ഇറങ്ങിത്തിരിച്ച ആ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിന്ന് ജോസഫിന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടി വളരെ വ്യക്തമായി യൗവനക്കാരായ സഹോദരങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് വളരെ വ്യക്തമായും ശക്തമായും നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടെന്നും ആ ഐഡന്റിറ്റി മറ്റുള്ളവര് തിരിച്ചറിയണമെന്നും നാം അത് മനസ്സിലാക്കണമെന്നും ഒക്കെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയമായി ഇടപെട്ടു. ദൈവത്തിന് സ്തോത്രം. ലോകം നമ്മിലാകുമ്പോൾ ദൈവസ്നേഹം നഷ്ടമാകും. ആത്മീയമില്ലാത്ത കൂട്ടുകെട്ട് നമുക്കുണ്ടാവരുത്. നമ്മെ അത് പാപത്തിൽ ആകർഷിക്കും. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകും. വിശ്വാസിക്ക് അവിശ്വാസിയോട് എന്ത് യോഗ്യത? അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. വളരെ ശക്തമായി ദൈവാത്മാവ് കർത്താവിന്റെ ദാസിൽ കൂടി നമ്മോട് വളരെ വ്യക്തമായ അരുളപ്പാട് തന്നു. നാൾ സമീപിക്കുന്ന അറിഞ്ഞ് നാം മനസ്സിലാക്കും തോറും ദൈവസന്നിധി അധികം ചെല്ലുവാൻ സിംശോൻ വീണുപോയി. നാൾ ദാവീദ് വീണെങ്കിലും വീണ്ടും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ആമേ മുൻപോട്ട് പോകാൻ ഇടയായി. ദർശനം നഷ്ടമാക്കത്തില്ല, വിശ്വസ്തത നഷ്ടമാക്കരുത് എന്ന് വളരെ വ്യക്തമായി ദൈവാത്മാവ് ഇടപെട്ടു. കേട്ട വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ തലകളും അണക്കിക്കാട്ടെ. ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ആര്യപ്പള്ളിയിൽ വർഗീസ് ചാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കേൾക്കാമോ? കർത്താവേ, നിന്റെ വാദാന്ത്യങ്ങൾ കടന്നു വരുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് കർത്താവേ വൈകിയ സമയത്ത് കർത്താവ് യൂത്തിനോടൊന്നിച്ച് കർത്താവെ സ്തുതിപ്പാൻ കിട്ടിയ ഒരു കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം. കർത്താവേ, സ്തോത്രം. കർത്താവിന്റെ ജപനകാലം കർത്താവ് തുഞ്ചിയിരിക്കരുത്. സ്തോത്രം കർത്താവേ. എന്റെ ജപനകാലത്തിന്റെ കർത്താവ് സൃഷ്ടാവിനെ കർത്താവേ സ്തോത്രം കർത്താവ് കണ്ടുകൊള്ളുക കർത്താവേ. ആ വചനത്തിൽ ഒരു വലിയ സ്തോത്രം കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം കർത്താവേ. ഞങ്ങൾ കർത്താവ് മാതാപിതാക്കളെയൊക്കെ വിട്ട് കർത്താവെ ഞങ്ങൾ കർത്താവെ സ്തോത്രം പഠനത്തിനായൊക്കെ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ സ്തോത്രം കർത്താവെ യൂണിവേഴ്സിറ്റിയിൽ കർത്താവ് നല്ല വിധവാങ്ങളെ കടന്നു പോകുമ്പോൾ സ്തോത്രം കർത്താവെ എങ്ങനെ ഏത് രീതിയിൽ കർത്താവ് ജീവിക്കുവാൻ കർത്താവ് ടെൻഡൻസി കർത്താവെ സ്തോത്രം കർത്താവെ ഈ ടീനേജ് പ്രായത്തിൽ കർത്താവ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ സ്തോത്രം. അതിനെ മറികടന്നുകൊണ്ട് കർത്താവെ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനും കർത്താവ് പരിചയപ്പെടുവാനും യേശു ക്രിസ്തുവിൽ കൂടെ കർത്താവിന് വ്യത്യാസം ഉണ്ടാകുവാനും കർത്താവിന് മൂലം അവരുടെ ജീവിതം നന്മ ഉണ്ടാകാനും ഉയർച്ച ഉണ്ടാകാനും ദൈവത്തിനെ വിളിക്ക് യോഗ്യമണ്ഡലമുള്ള ഫലം കായ്ക്കുവാനൊക്കെ ഇടയാക്കി സഹായിക്കണം പ്രാർത്ഥിക്കുന്നു, സ്തോത്രം കർത്താവേ. ഈ വൈകിയ സമയത്ത് കർത്താവ് കേൾപ്പിച്ച ഈ ശ്രേഷ്ഠ വചനത്തെ സഹായിച്ചാട്ട് പരിപാലിച്ചാട്ട് കർത്താവിന്റെ കർത്താവെ സ്തോത്രം കർത്താവെ സ്തോത്രം. ഈ വൈകിയ സമയത്ത് കർത്താവെ സ്തോത്രം കർത്താവെ കർത്താവ് ഭാഷയെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ സഹായിച്ചാട്ട് സ്തോത്രം. വീടിന്റെ ദാസയെ ബലപ്പെടുത്തി സഹായിക്കണം പ്രാർത്ഥിക്കുന്നു, സ്തോത്രം കർത്താവെ. തന്റെ സ്തോത്രം കർത്താവ് ജോലി രാജിവെച്ച് സ്തോത്രം കർത്താവെ കർത്താവെ സ്തോത്രം ഇസ്രായേലിൽ കർത്താവെ കടന്നു വന്ന് കർത്താവെ അനേകം കർത്താവെ സ്തോത്രം കർത്താവ് രക്ഷയിലേക്ക് നയിക്കുവാൻ കർത്താവിന് ദാസം കൊടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. കർത്താവെ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പെൺകുട്ടികളെയും സഹായിച്ചാട്ട് പരിപാലിച്ചാട്ട് ഈ ശബ്ദം ശ്രമിക്കുന്ന ഓരോ ജീവിതങ്ങളെ ഹൃദയത്തിൽ ഗിരിയും സഹായിക്കുകയും ബന്ധവസങ്ങളിൽ കർത്താവെ അവരുടെ ജീവിതത്തിൽ കാണുവാൻ ഇടയാക്കി സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഈ സൂവിൽ കൂടെ കർത്താവെ കർത്താവെ ഈ സാവകാശികൾക്കായി സ്തോത്രം. ദാസനെ ബലപ്പെടുത്തിക്കാൻ സഹായിച്ചാട്ട് തത്തോളം ഞങ്ങൾ സഹായിക്കായി സ്തോത്രം പ്രാർത്ഥനയായിട്ടുള്ള യാതൊരു കേട്ടല്ലോ യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം പറയാം. അമ്മയെ അനുഗ്രഹിച്ചതിനായി നമുക്ക് സ്തോത്രം പറയാം. ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ വന്ന് നമുക്ക് ദൈവത്തിന്റെ വചനം യൗവനക്കാരായ സഹോദരന്മാർക്കും മറ്റുള്ളവർക്കുമായി നമ്മുടെ നടുവിൽ വന്ന് പറഞ്ഞു തന്ന കർത്താവിന്റെ വലിയൊരു ദാസൻ ഡോക്ടർ ജെയിൻ ജേക്കബിനോട് പ്രത്യേകം നന്ദി സഭയുടെയും ഞങ്ങളുടെ യൂത്തിന്റെ നാമത്തിൽ അറിയിക്കുന്നു. ദൈവം കർത്താവിന്റെ ദാസന്റെ പ്രവർത്തനങ്ങളെ അധികം അനുഗ്രഹിക്കട്ടെ. നന്ദി നന്ദി നന്ദി. തുടർന്ന് നമ്മുടെ ഗ്ലാഡ്സൺ കാര്യങ്ങൾ ദൈവമക്കളെ അറിയിക്കും. ഇതുവരെയും അതിശക്തമായ ഒരു വചനം നമ്മൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ജനങ്ങളിലൂടെ ശക്തമായ വചനവും നമ്മുടെ ചർച്ച ഭാഷയിലൂടെ ലീഡിങ് വചനവും നമ്മൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഒരു ഇപ്പോൾ ആർക്കെങ്കിലും സാക്ഷ്യത്തിനോ പ്രാർത്ഥന വിഷയമോ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈക്രോഫോൺ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങളോ സ്പെഷ്യൽ ആയിട്ടുള്ള ടെസ്റ്റ് മണീസോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ മീറ്റിംഗിൽ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ തുടർന്നും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. ലീച്ചാന് ഉണ്ട്, ലിവി സിസ്റ്റർ ഉണ്ട്,
അനന്തു ഉണ്ട്, അനു ഉണ്ട്, ആശിഷ് ഉണ്ട്, ഗ്ലാൻസി ഉണ്ട്, ജിതിൻ, ജിത്തു, ജോമൻ പാസ്റ്റർ ഉണ്ട്. ഇവർ ആർക്ക് വേണമെങ്കിലും സാക്ഷ്യത്തിന് സമയം എടുക്കാവുന്നതാണ്. ഇത് സിസ്റ്റർ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കണേ. അൺമ്യൂട്ട് ചെയ്യേ. ലിബി സിസ്റ്ററോ ലീച്ചാനോ സംസാരിക്കുന്നുണ്ടോ? സാക്ഷ്യം കേക്കാമോ? കേൾക്കാം. എല്ലാരെയും ഇങ്ങനെ സൂമിലൂടെ ഒന്ന് കാണാൻ ദൈവം സഹായിച്ചതിനായി നന്ദി പറയുന്നത്. ആദ്യമായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നുണ്ട്. 12 hour ഡ്യൂട്ടിയാണ്. ആഴ്ചയിൽ 3 ദിവസം കണ്ടിന്യൂ ഡ്യൂട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 ദിവസം ഓഫ്. ഇവിടെ ഇഷ്ടം പോലെ കോവിഡ് പേഷ്യന്റ് ആണ് വരുന്നത്. ഞങ്ങൾക്ക് പ്രത്യേക പ്രൊട്ടക്ഷൻസ് ഒന്നും ഇല്ല. ജസ്റ്റ് ഗ്ലൗസ് മാത്രം ഇട്ടുകൊണ്ട് മാസ്ക് വെച്ചോണ്ടാണ് ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നത്. ഒത്തിരി പേഷ്യന്റ് സസ്പെക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അവരെയൊക്കെ അത്രയും ഉള്ളവരെ മാത്രം ഐസിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അല്ലാത്തവരെ മുഴുവൻ നമ്മൾ കിട്ടിയാൽ കിട്ടി എന്നുള്ളൊരു രീതിയിലാണ് നോക്കുന്നത്. പക്ഷെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വളരെ അനുഗ്രഹമായിരിക്കുന്നു. അതാണ് ഞങ്ങളുടെ ഒരു ബലം എന്ന് പറയുന്നത്. കർത്താവ് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. സന്തോഷമായിട്ടിരിക്കുന്നവരെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ആദ്യമൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു പേഷ്യന്റ് വരുമ്പോഴൊക്കെ. പക്ഷേ ഇപ്പൊ അങ്ങനെയുള്ള ഒരു ഭയങ്ങളൊന്നുമില്ല. ദൈവം സഹായിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. റൂഫസിലൂടെ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇടയ്ക്കിടയ്ക്കുള്ളത് വളരെ സന്തോഷമാണ്. എല്ലാവരെയും ഞാനും ഒക്കെ സംസാരിക്കാനൊക്കെ ഉള്ള ഒരു അവസരമാണ്. അത് ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിന് അവിടുത്തെ എല്ലാ യൂത്ത് മെമ്പേഴ്സിനോടും ആദ്യം നന്ദി അറിയിക്കുവാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്തും വീണ്ടും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കും. നമ്മള് ലിവ് സിസ്റ്ററിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കിട്ടും. ലീച്ചാൻ സാക്ഷ്യം പറയുന്നോ? ഓക്കെ, ആർക്കും സാക്ഷ്യം എടുക്കുന്നില്ലെന്ന് തോന്നുന്നു. ചില പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്നതായിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ചർച്ച് റിജേഷിന്റെ അമ്മ, നമ്മൾ ചില നാളുകളായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിടലുവേദനയാൽ മറ്റും ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് അനീഷ് ഓമന സിസ്റ്ററിന്റെ പൂർണ്ണ വിടുതലിനെ പ്രാർത്ഥിക്കാം. മോഹൻ ബ്രദറിന്റെ പൂർണ്ണ വിടുതലിനെ നമുക്ക് പ്രാർത്ഥിക്കാം. സൂസമ്മയോഹന്നാന്റെ പൂർണ്ണ വിടുതലിനെ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ് ബ്രദർ അനീഷിന്റെ ബ്രദറിന്റെ അവര് കോവിഡ് എഫക്റ്റഡ് ആയിട്ട് ആ സ്ഥലത്ത് കുടുംബമായിട്ട് വിഷമത്തിലായിരിക്കുന്നു. ആ കുടുംബത്തിന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ ചർച്ചിലെ എല്ലാ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ എല്ലാ സിസ്റ്റേഴ്സ്, ഹെൽത്ത് കെയർ ആളുകൾക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അവര് ഇതുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ അവരെ മറയ്ക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ ചെയ്യുന്ന എല്ലാ സേവനങ്ങളും അത് നല്ല സേവനങ്ങൾ തന്നെയാണ്. എങ്കിലും ദൈവത്തിന്റെ നാം അതിലൂടെ എല്ലാം ഉയർത്തപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങൾ ഓർത്ത് ലീച്ചാൻ എന്നൊരു 2 വാക്ക് പ്രാർത്ഥിച്ചാൽ. അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കണേ. മാത്രം ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുവേ, ഞങ്ങൾക്ക് ഈ സമയം ഇപ്പോൾ കൂടി വരുവാൻ അങ്ങ് ഒരുക്കി തന്ന വലിയ കൃപയോർ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങള് പ്രാർത്ഥിക്കുവാൻ കർത്താവെ ചില വ്യക്തി ജീവിതങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ആയിരിക്കുന്ന സ്ഥലത്ത് അവരെ അങ്ങ് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം അവരോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗത്തിലായിരിക്കുന്നവരെ അങ്ങ് ആശ്വസിപ്പിക്കുകയും സൗഖ്യം കൊടുക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പേര് പറഞ്ഞ ഞങ്ങളുടെ ചർച്ചിലെ എല്ലാ മെമ്പേഴ്സിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ തന്നെ ഈ മീറ്റിംഗിൽ ഞങ്ങളോടൊപ്പം ആകുവാൻ കഴിയാതിരിക്കുന്നവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൂരത്ത് വിദേശത്തുള്ളവരെ ഏൽപ്പിക്കുന്നു. കർത്താവെ, കോവിഡ് ഡ്യൂട്ടി ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെല്ലാം അങ്ങയുടെ ആശ്വാസമാർന്ന കരം തൊട്ട് അനുഗ്രഹിക്കുകയും അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ അംഗങ്ങളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഓരോ അംഗങ്ങളെയും ഞങ്ങളുടെ വ്യക്തിപരമായ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. അങ്ങനെ കൃപ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഹോദരന്മാരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവനെത്തുന്ന യേശുവിന്റെ നാമം തന്നെ. താങ്ക് യു.
അപ്പോൾ തന്നെ എനിക്ക് ഒന്ന് രണ്ട് വാക്ക് നന്ദിയായിട്ട് ജനങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട്. വിളിച്ച ഉടനെ തന്നെ വരാമെന്നേൽക്കുകയും ഓൺലൈനിൽ വരാൻ സമയം കണ്ടെത്തി ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയ ജനങ്ങളിന് വളരെ താങ്ക്സ്. അപ്പോൾ തന്നെ നമ്മുടെ യുവജനങ്ങൾക്ക് ഒരു നന്ദി പറയണം. കാരണം മാക്സിമം ആളുകളും എക്സാമിന്റെ ടൈമിൽ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യുവജനങ്ങൾ എല്ലാവരും തിരക്കിലാണെങ്കിലും 1 മണിക്കൂർ അവരെ പെട്ടെന്ന് സമയം കണ്ടെത്തി ഇതിനുവേണ്ടി പെട്ടെന്ന് അറേഞ്ചായി സൂമിൽ വരാനുള്ള ഒരു മനസ്സ് കാണിച്ചതിന് അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇതിന് പിന്നിൽ ജോമൻ പാസ്റ്റർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനുള്ള പ്രത്യേക താങ്ക്സ് പറയുന്നു. ബാക്കിയെല്ലാ എടുത്തു പറയേണ്ടതായുള്ള എല്ലാവരെയും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു പാട്ട് പാടുകയും അതിനുശേഷം നമ്മുടെ ചർച്ച് പാസ്റ്റർ ബാബു ജോർജെങ്കിൽ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുകയും ചെയ്യുന്നതാണ്. നമുക്ക് കാണുന്നു ഞാൻ യാഹിൽ എനിക്ക് ആശ്രയമായ ശാശ്വത പാറ എന്നൊരു മനോഹര ഗാനം പാടി നിർത്തി ശേഷം അങ്കിൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. കാണുന്നു ഞാൻ യാഹിൽ
തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ നല്ല രാത്രി സമയത്തിനായി വീണ്ടും ഞാൻ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ അടുത്ത് വരുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും സഹായിച്ചു. കർത്താവെ, ഞങ്ങൾ കൂടി നിമിഷം മുതൽ ഇതുവരെയും ഞങ്ങളെ സഹായിച്ചു. പാടുവാൻ അവിടുന്ന് കൃപ തന്നു. ദൈവത്തിന്റെ വിലയേറിയ വചനം സംസാരിപ്പാൻ അവിടുത്തെ ദാസനെ ദൈവം ബലപ്പെടുത്തി. നല്ല സാക്ഷ്യങ്ങളെ കേൾക്കുവാനിടയായി. വിശേഷാല് ആമേൻ ആരോഗ്യ രംഗത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരിമാരെ സഹോദരന്മാരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ലിബി ദൈവസന്നിധിയിൽ വച്ച വിഷയത്തിനായി സ്തോത്രം. സ്വർഗത്തിലെ ദൈവം ആവശ്യമായ എല്ലാ ദൈവകൃപ പകർന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ സഭയായ ദൈവമക്കളെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവാസനെ ഏൽപ്പിക്കുന്നു. കടന്നു ദൈവമക്കളെ എല്ലാവരെയും ഓർക്കുന്നു. ഞങ്ങൾ സമാധാനത്തോടെ ആയിരിക്കട്ടെ. പരിശുദ്ധ ആത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കണമേ. യേശുമിശിഹായുടെ നാമത്തിൽ യാചിക്കും സ്വർഗസ്ഥ പിതാവേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ ഇഷ്ടമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച വഴി പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും എന്നേക്കും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില നിമിഷങ്ങൾ വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം സംസാരിക്കാവുന്നതാണ്. സന്തോഷം. എന്റെ ഭാര്യയും കൊച്ചുമൊക്കെ എന്ത് കുഞ്ഞിവരുണ്ട്, ഭാര്യ ഡ്യൂട്ടിയില്ല.